മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് കടന്നു വരുവാനും ഇപ്രകാരം കർത്താവിനെ സ്തുതിക്കുവാനും സർവകൃപാലുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഞങ്ങളെന്നെല്ലാം അങ്ങയുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നെല്ലാം ഞങ്ങൾ അങ്ങ് സ്തുതിച്ചിട്ടുണ്ടോ അന്നെല്ലാം തേജസ് കൊടുത്ത് ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നിട്ടുണ്ട്. ഈ നല്ല രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉള്ളതിനായി സ്തോത്രം. ഈ വന്നിരിക്കുന്ന ജനത്തോട് സവിസ്തരമായി അങ്ങയുടെ ആലോചന പറയേണ്ടതിന് ദൈവിക നിയോഗത്താൽ അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് സ്തോത്രം. പ്രയോജനമുള്ള ആലോചന ഇന്ന് രാത്രി പറയുവാൻ കർത്താവിനെ സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ പിതാവ് തിരുമഹത്വം വെളിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ ഗൗരവമായി ഇന്ന് രാത്രി ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വാക്യം റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ അല്പനിമിഷങ്ങൾ ഈ രാത്രിയിൽ വചനം കേൾക്കാൻ പോകുന്നത്. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. എളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഈ വാക്യമാണ് ഇവിടെ ഇന്ന് രാത്രി പ്രസംഗിക്കേണ്ടതിന് കർത്താവ് എനിക്ക് നൽകിയ വാക്യം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, എൻ്റെ പഠനമുറിയിൽ കർത്താവ് എന്നോട് സംസാരിച്ച ശക്തമായ ചില ആലോചനകൾ ഈ രാത്രി വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഗൗരവമായൊരു വാക്യമാണ്. ഇത് എഴുതിയത് പൗലോസാണ്. നമുക്കറിയാം, പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ 10 ലേഖനങ്ങൾ 8 സഭയ്ക്കും 4 ലേഖനങ്ങൾ വ്യക്തികൾക്കുമാണ്, 3 വ്യക്തികൾക്കുമാണ്. അടിസ്ഥാനപരമായി ദൈവമക്കൾ അറിയേണ്ട, ദൈവജനം അറിയേണ്ട ഒത്തിരി കാതലായ കാര്യങ്ങൾ ഈ റോമാലേഖനത്തിനകത്തുണ്ട്. അതിനകത്ത് തന്നെ പ്രധാനമായി നാം അറിയേണ്ട ഒരു ഗൗരവമായ വാക്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സ്വാഭാവികമായ കൊമ്പുകളെ, നാച്ചുറൽ വിങ്സ്, ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, എടുത്തു പറയുന്നു, നിന്നെയും ആദരിക്കാതെ വന്നേക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്തുള്ള നമ്മുടെ ചിന്ത ഇതാണ്. ഒന്ന്, പൗലോസ് ഈ വാക്യം ആരോടാണ് പറയുന്നത് എന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കും. ആരോട് പറയുന്നു? ഒന്ന്. 2, സ്വാഭാവികമായ കൊമ്പെന്ന് പറഞ്ഞാൽ എന്താ പൗലോസ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കും. 3, ഏതൊക്കെയാണ് സ്വാഭാവികമായ കൊമ്പുകൾ എന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കും. 4, എന്തുകൊണ്ട് ദൈവം അവയെ ആദരിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കും. 5, അവയെ ആദരിക്കാത്തത് കൊണ്ട് കുറിയന്നൂരുകാരായ ഞങ്ങളെ ആദരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കും. 6, നമ്മെ കൂടെ സ്വർഗം ആദരിക്കണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം എന്നോടെ ഇന്ന് രാത്രി ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മടങ്ങും. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാം. ശക്തിയോടെന്ന് പറയാമോ? ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചിന്തയിലേക്ക് നമ്മൾ പോവാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യതാണ്: സ്വാഭാവികമായ കൊമ്പിനെ ദൈവം ആദരിച്ചില്ല, അതുകൊണ്ട് നിങ്ങളെയും ആദരിക്കാതിരിക്കാൻ സാധ്യത. ഒന്നാമത്തെ ചിന്ത ഇതാണ്. ഈ വാക്യം പൗലോസ് ആരോട് പറയുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതിന് 13-ാമത്തെ വാക്യമ്പോൾ അതിനെ മറുപടി കിടപ്പുണ്ട്. 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്. സ്തോത്രം. ഇപ്പൊ റോമിലെ സഭയ്ക്കകത്ത് യഹൂദന്മാര് മാത്രമല്ല, ജാതികൾ കൂടെ ഉണ്ട്. യഹൂദന്മാർക്ക് വേണ്ട വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള തേജസ്കരണം, വിശ്വാസം സംബന്ധമായി ലഭിക്കുന്ന സകലതിനെയും പറ്റി വ്യക്തമായി യഹൂദന്മാരോട് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം തൊട്ട് റൂട്ട് മാറ്റി പറയുന്നു. ജാതികളോട് കുറച്ച് കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇപ്പൊ ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് വന്നൊരു ചിന്ത, ഈ ജാതികളെ പറ്റി പൗലോസിനുള്ള ചിന്തകൾ കൂടുതലാണ്. കാരണം പത്രോസിന് യഹൂദന്മാരുടെ ഇടയിലെ പ്രസംഗം പോലെ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കണ്ടെത്തിയ ഒരാളാണ് പൗലോസ്. കിലിക്കിയ, ആസിയ, പെർഗമോസ്, തുയത്തൈര, സർദീസ്, എഫേസോസ്, സ്മുർന, ബിതുന്യ, കപ്പദോക്യ, മക്കദോന്യ, സ്തോത്രം, തോറോവാസ്, കൊലോസിയ, ഫിലിപ്പിയ, തെസ്സലോനിക്ക എന്ന് വേണ്ട ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവത്താൽ അയക്കപ്പെട്ട് അവിടെയൊക്കെ പ്രസംഗിച്ച്, അവിടെയൊക്കെ ക്ലാസ്സുകൾ എടുത്ത്, അവിടെയൊക്കെ ആത്മാക്കളെ നേടി, അവരെയൊക്കെ കൂട്ടമായി ആക്കി, അവർക്ക് നേതാക്കന്മാരെ കൊടുത്ത്, അവർക്ക് മൂപ്പന്മാരെ കൊടുത്ത്, അവർക്ക് ലേഖനങ്ങൾ കൊടുത്ത്, ജാതികളിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാരെ നിത്യതയിലെത്തിക്കാൻ ദൈവം ഉപയോഗിച്ച
പ്രാപിച്ച ഒരാളാണ് പൗലോസ്. അതുകൊണ്ട് ജാതികളുടെ കാര്യത്തിൽ പൗലോസിന് ഒരു പ്രത്യേക സ്നേഹമാണ്. അതുകൊണ്ട് യഹൂദന്മാരോട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് അവിടെ നിർത്തുന്നില്ല. പിന്നെ ജാതികളോട് കുറെ കാര്യം പറയുന്നു. എന്തുവാ പറയുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു യാഥാർത്ഥ്യം അറിയാതിരിക്കരുത്. സ്വാഭാവികമായ കുറെ കൊമ്പുകൾ ഉണ്ടായിരുന്നു. ദൈവം അവയെ ആദരിക്കാതെ പോയി, അവയെ ഏതോ കാരണത്താൽ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം. കാരണം നമ്മെയും ആദരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത, ജാതികളായിട്ടുള്ളവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് പൗലോസിനോട്. പൗലോസ് പാസ്റ്റർ, ഇപ്പൊ ഞങ്ങൾ സ്വാഭാവികമായി കൊമ്പല്ലേ? പൗലോസിന് മറുപടി, നിങ്ങൾ നാച്ചുറൽ വിങ്സ് അല്ല, പിന്നെ നിങ്ങളൊക്കെ കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവായ നമ്മെ യേശു തേടി വന്ന് അവിടുന്ന് വെട്ടിയെടുത്ത് തന്റെ രക്തത്താൽ നാട്ടൊലിവിനോട് ചേർത്ത് വെച്ചിരിക്കുക. സത്യത്തിൽ നമ്മൾ നാച്ചുറൽ മീൻസ് അല്ല, പിന്നെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ബഡ്ഡൈ എന്ന് പറയും. പൗലോസ് എടുത്തു പറയുന്നു, ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് അത് തന്നെ വിടുന്ന കൊമ്പിനോട് അതിന് താല്പര്യം. നമ്മളൊക്കെ അങ്ങനെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഗൗരവമായിരിക്കണം. ആദരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ഈ രാത്രി മനസ്സിലാക്കാൻ നിങ്ങൾ കാര്യങ്ങളെ ഉയർത്തി ഒരു നല്ല സ്തോത്രം പറയാം. പൗലോസ് ഈ വാക്യം ആരോട് പറയുന്നു? ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മോട് പറയുന്നു. രണ്ട്, എന്താ സ്വാഭാവികമായ കൊമ്പ്? നാച്ചുറൽ മീൻസ് എന്തുവാണ്? നമുക്കറിയാം, നിങ്ങളൊക്കെ വൃക്ഷവുമായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അല്ല തന്നെ ഇവിടെ എടുത്തു പറയുന്ന എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കൂ, ഒരു തൈ ഒരു മനുഷ്യൻ നട്ടുവെച്ചാൽ അത് വളർന്നു വരുമ്പോൾ അത് വളർന്ന് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ലവണങ്ങളും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതുക്കളും ഈ മണ്ണിൽ നിന്ന് വലിച്ചൊടിച്ചൊരു വൃക്ഷം വളർന്നു പൊങ്ങുമ്പോൾ അതിന്റെ ഇച്ഛയാൽ, അതിന്റെ ആഗ്രഹത്താൽ അത് തന്നെ വിടുന്ന കൊമ്പിന്റെ പേരാണ് എന്ത്? ഹലോ, അത് തന്നെ ഇവിടുന്ന് കൊമ്പ. സ്തോത്രം. ഇവിടെ നോക്കി, ഒരു തൈ നട്ടുവെച്ചു എന്ന കാരണത്താൽ ആരും പറയാറില്ല വൃക്ഷത്തോട്, കുഞ്ഞെ നിന്നെ ഞാൻ നട്ടുവെച്ചത്, അതുകൊണ്ട് വളർന്നു വരുമ്പോൾ ഒരു കൊമ്പ് നമ്മുടെ മുറ്റത്തോട്ടും ഒരു കൊമ്പ് അടുത്തവന്റെ മുറ്റത്തോട്ടും ഒരു കൊമ്പ് റോട്ടിലോട്ടും വിടണമെന്ന് ഒരു വൃക്ഷത്തോടും ആരും പറയാറില്ല. പറഞ്ഞാലൊട്ട് അത് അംഗീകരിക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. കാരണം എന്താ? അത് പറയുമ്പോൾ എങ്ങോട്ടൊക്കെ വിടണമെന്ന് തീരുമാനിക്കുന്നത് അതാ. ശ്രദ്ധിക്കൂ, ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് അത് തന്നെ വിടുന്നൊരു കൊമ്പാണ്. ഇപ്പൊ എന്തുവാ സ്വാഭാവികമായ കൊമ്പ്? വൃക്ഷം വരുമ്പോൾ വൃക്ഷം തന്നെ വിടുന്ന കൊമ്പുകൾ. വൃക്ഷത്തെ സംബന്ധിച്ച് അത് തന്നെയാ പ്രാധാന്യം. പൗലോസിനെ പറയാ, വളരെ പെയിൻ എടുത്ത്, വളരെ വില കൊടുത്ത്, വെള്ളം വലിച്ചെടുത്ത് ഓരോന്നിനെ വളർത്തിയെടുത്ത വൃക്ഷം എന്തോ ചില കാരണത്താൽ ആ പെയിൻ പോലും മറന്നിട്ട് എന്തോ ചില കാരണത്താൽ താൻ ഉണ്ടാക്കിയതിനെ വെട്ടിക്കളഞ്ഞെങ്കിൽ വന്നു കയറിയ നമ്മുടെ അകത്ത് അത് കണ്ടാൽ വെട്ടാൻ സാധ്യത കൂടുതൽ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, എന്തുവാ സ്വാഭാവികമായ കൊമ്പ്? വൃക്ഷം തന്നെ വിടുന്ന കൊമ്പ സ്വാഭാവികമായ കൊമ്പ്. മൂന്ന്, സ്വല്പം ഡീപ്പായിട്ട് നമ്മൾ പോവാം. മൂന്നാമത്തത്, ഏതൊക്കെയാണ് സ്വാഭാവികമായ കൊമ്പുകൾ? ഏതൊക്കെയാ സ്വാഭാവികമായ കൊമ്പുകൾ? അവിടെ പറഞ്ഞേക്കുന്ന കൊമ്പിന്റെ പേര് ഇസ്രായേൽ എന്നാ. എന്നെ കേൾക്കണം, ഇസ്രായേൽ. സ്തോത്രം. വിശുദ്ധ ബൈബിൾ പഠിച്ചാല്, പഴയ നിയമം ശരിക്കും പഠിച്ചാൽ പഴയ നിയമത്തില് ദൈവത്തിന് മക്കൾ ഇല്ല. ആ വാക്ക് നിങ്ങൾ കേൾക്കുന്ന മക്കൾ ഇല്ല. പിന്നെ മകനുണ്ട്. സ്തോത്രം. ഒറ്റയാളുള്ള മകൻ. പഴയ നിയമത്തിലുള്ള ഏക മകൻ പേര് ആദം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം ഞാൻ പറയാം. ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. പഴയ നിയമത്തിലുള്ള ഏക മകൻ. സ്തോത്രം. ആദം. സ്തോത്രം. ആദം ആക്കിയേക്കുന്ന തോട്ടത്തിന്റെ പേര് ഏദൻ എന്നാ. ഏദനിൽ മകനും ഉണ്ടാക്കിയ മകന്റെ അപ്പൻ സ്തോത്രം സ്വർഗത്തിലും, അപ്പൻ സ്വർഗത്തിലും, മകൻ ഏദനിലും. മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ ചിന്ത ശരിയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ എവരി ഡേ, എല്ലാ ദിവസവും വൈകിട്ട് മകനെ കാണാൻ അപ്പൻ വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും വരുമ്പോൾ മകനോട് ചോദിക്കും, എങ്ങനെയുണ്ട് ആദം? സന്തോഷമായിരിക്കുന്നു? ഏദന്റെ പാർപ്പിടം എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? ആദമനോട് എന്നും അപ്പൻ സംസാരിക്കും. ഒരു ദിവസം അപ്പൻ വന്നിട്ട് പോയപ്പോ മനസ്സിലായി മകനെ ഭൂമിയിൽ അല്ലെങ്കിൽ ഏദനിൽ ഒറ്റയ്ക്കായിരിക്കുന്നത് അത്ര നന്നല്ല. ഇത് അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇവനെ കണ്ടപ്പോൾ അപ്പന് മനസ്സിലായതാ. സ്തോത്രം, സ്തോത്രം. അപ്പൊ തിരിച്ചറിയേണ്ടത്, ദൈവ സാന്നിധ്യം കൂടെ കൂടെ നിന്റെ മേൽ ഇറങ്ങി വരുന്നെങ്കിൽ നിന്റെ ആവശ്യം അങ്ങോട്ട് പറയേണ്ട, ഇങ്ങോട്ട് വന്നറിയുന്ന കർത്താവാ. പ്രൈസ് ദി ലോർഡ്. നീ അങ്ങോട്ട് പറയണമെന്നില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ല ദൈവം അറിയുന്നത്, ഇങ്ങോട്ട് വന്നറിയുന്ന കർത്താവാ ഈ രാത്രി ഉള്ളത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തോട് സ്തുതിക്കാം. മനസ്സിലായി? ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ല, തുണയെ ഉണ്ടാക്കണം. ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ഹവ്വ എന്നാ. അല്ലയോ? എവരിടെ വരുമായിരുന്നു കർത്താവ്. തോടെ കൈയിടും. ആദം, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നേ? എന്റെ ഭാവനയാണ്. സ്തോത്രം. ഹവ്വയെ സുഖമായിരിക്കുന്നല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? വളരെ സന്തോഷം. എല്ലാ ദിവസവും ഒരു ദിവസം രാത്രി വന്നു, ഒരുമിച്ച് ഫുഡ് കഴിച്ചു. നേരം കർത്താവ് രാത്രി കയറിപ്പോയി. പിറ്റേ ദിവസം വന്നപ്പോ ചോദിച്ചു, ആദം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ? ഞാനിപ്പോ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, ആദമിന്റെ പാപം തുടങ്ങുന്നു, ആദമിന്റെ തകർച്ച തുടങ്ങുന്നു.
സ്തോത്രം. ഒരു രാത്രി ഒരുമിച്ച് കൈ കൊടുത്തു, ഒരു രാത്രി ഒരുമിച്ച് പിരിഞ്ഞു, ഒരു രാത്രി ഒരുമിച്ച് കാപ്പി കുടിച്ചു, ഒരു രാത്രി ഒരുമിച്ച് ആഹാരം കഴിച്ചു. അന്ന് രാത്രി പിരിഞ്ഞ് പിറ്റേന്നാൾ കാണാമെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞു പോയതാ. പക്ഷെ പിറ്റേന്നാൾ വന്നപ്പോൾ പറയും ഞാൻ വരുന്നില്ല, അകത്തെവിടെയോ ഒരു ഭാവം വന്നു. ദൈവ സാന്നിധ്യം ഇല്ലാതെ പോയ അവസ്ഥ മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. എനിക്ക് ഭാഗം പറയുമ്പോൾ ഒരു ഒത്തിരി സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം ഈ എത്ര കാലമാണെന്നറിയില്ല, എത്ര കാലമാണെന്നറിയില്ലെങ്കിലും ഒരു സത്യമുള്ളത്, കുറച്ചു കാലത്തെങ്കിലും ഭൂമിയിൽ സ്വസ്ഥത അനുഭവിച്ചൊരു കുടുംബമാണ് ആരുടെ കുടുംബം? ആദാമിന്റെ കുടുംബവും ഹവ്വയും സ്വസ്ഥതയുണ്ടായിരുന്നു. ആദാമിന് പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമിന്റെ ജീവിതം സന്തോഷമാണ്. പാപത്തിന് മുമ്പ് എന്നും സ്വസ്ഥതയാ, എന്നും സമാധാനമാ. നിങ്ങൾക്കറിയാമോ, പാപം വന്നപ്പോൾ അവന്റെ സ്വസ്ഥത മാറി, അസ്വസ്ഥത വന്നു. പാപം ചെയ്തപ്പോൾ അവന്റെ സമാധാനം മാറി. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ പറയാൻ ഒരു ദൂത്, നിന്റെ സകല അസ്വസ്ഥതയ്ക്കും കാരണം അറിയാതെ വന്നു ഭവിക്കുന്ന പാപമാ. ഈ രാത്രി മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല അസ്വസ്ഥതയ്ക്കും കാരണം പാപം. പാപമില്ലാത്തവന്റെ മുഖത്തിന് തേജസ്സുണ്ട്, പാപം ചെയ്യാത്ത മുഖത്തിന് ഒരു സൗന്ദര്യമുണ്ട്, പാപം ചെയ്യാത്തവന്റെ സൗണ്ടിന് ഒരു കൃപയുടെ സ്വരമുണ്ട്. മനസ്സിലാകുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. രാത്രി സവിസ്തരമായി പറയാം. അസ്വസ്ഥതയുണ്ടോ കൂടാരത്തിൽ? വറുതിയുണ്ടോ കൂടാരത്തിൽ? സ്വസ്ഥതയില്ലേ കൂടാരത്തിൽ? കുറിച്ചു വെച്ചോ? എവിടെയോ വന്നു ഭവിച്ച പാപമാ. ആ പാപത്തെ ഏറ്റുപറയാൻ ഈ രാത്രി തയ്യാറായാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിന്റെ കൂടാരത്തിൽ പകരാൻ എന്റെ ദൈവ വിശ്വസ്തൻ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. പാപം ചെയ്തപ്പോൾ ആദവുമായുള്ള ബന്ധം കർത്താവ് അങ്ങ് വിച്ഛേദിച്ചു. എന്നോട് പറയണേ സ്തോത്രം. മകനാ മകളെന്നൊക്കെ പറഞ്ഞെങ്കിലും പാപം ചെയ്തപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടു. ഏതിന് പുറത്തടിക്കുകയും ഏതിന് ചുറ്റും ഒരു കാവൽ വെച്ചു. മകനെന്ന സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴാ മകന്റെ സുഖം, ആ സ്വഭാവത്തിന്റെ ടേസ്റ്റ് ആദ്യമന് മനസ്സിലായി. എനിക്കോ പോയി എന്നാ പിന്നെ കുഞ്ഞുങ്ങളെ കയറ്റാൻ മകനായിട്ട് ശ്രമിച്ചു. പക്ഷേ പ്രസാദം കിട്ടി അവനെ ചേട്ടൻ കൊന്നു. സ്തോത്രം. ഹാബേൽ പ്രസാദം വാങ്ങിയതാ. പക്ഷെ ആരാധനക്കാരനെ കൊന്നു മുടിക്കുന്ന കായിക ശക്തി അവിടെ തുടങ്ങി ആരാധനക്കാരനെ കൊല്ലാൻ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഇന്നും അത് വ്യാപരിക്കുന്നുണ്ട്. ഈ മൂന്നാമത് രാത്രിയിൽ ആ ശക്തി ഇവിടെ അഴിയട്ടെ. രക്തസാക്ഷ്യം ആ ശക്തി ദേശത്ത് നിന്ന് ഇന്ന് രാത്രി മാറട്ടെ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആരാധനക്കാരനെ കൊന്നതുകൊണ്ട് ഹാബേലിന്റെ മകൻ എന്ന തലത്തിലേക്ക് വരാൻ പറ്റിയില്ല. എന്നാ ബൈബിൾ ശരിക്കും പഠിക്കാൻ ശ്രമിച്ച പലരുണ്ട്. ഏനോഷ് നല്ല വ്യക്തിയാ, നടന്നില്ല. 300 കൊല്ലം കൂടെ ഒരാൾ നടന്നു നോക്കി, പേര് ഹാനോക്ക്. ഒരേ സ്റ്റെപ്പ്, ഒരേ ലക്ഷ്യം, ഒരേ അകലം, ചിന്തകളൊന്ന്. 300 കൊല്ലം കൂടെ നടക്കുക അത്ര സിമ്പിൾ കാര്യമല്ല. രക്തം ചെയ്യും. മനസ്സിലാക്കാൻ കർത്താവ്. ഞാനും ഈ കാലേബും കൂടെ തോണിപ്പുഴയിൽ ഒരുമിച്ച് കോഴഞ്ചേരി നടന്നാൽ നടപ്പിന്റെ വേഗത ഒരുപോലെ ആണെങ്കിൽ രണ്ടും ഒരുപോലെ എത്തും. അതല്ല എന്നേക്കാൾ വേഗത്തിൽ പോകുന്ന ആളാണെങ്കിൽ ഞാൻ പതുക്കെ എത്താൻ പറ്റൂ. സ്തോത്രം. അപ്പൊ ദൈവത്തോടൊപ്പം ഹാനോക്ക് നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ ദൈവത്തിന്റെ സ്റ്റെപ്പോളം ഹാനോക്ക് സ്റ്റെപ്പ് വെച്ചു, അത് നടക്കില്ല. പിന്നെ ഹാനോക്കിന്റെ കൊച്ചു സ്റ്റെപ്പോളം ദൈവം സ്റ്റെപ്പ് കുറച്ചു വെച്ചു. മനസ്സിലായവർക്കായി കർത്താവ് സ്തോത്രം. നിന്നെ ഇഷ്ടപ്പെട്ടാൽ നിന്നോടൊപ്പം നടക്കാൻ സ്റ്റെപ്പ് കുറയ്ക്കുന്നവനാ എന്റെ കർത്താവ്. മനസ്സിലായവർക്കായി സ്തോത്രം. വേഗമാണെങ്കിൽ വരാം. കൂടെ നടന്നെങ്കിലും മകനാകാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്തൊരു ഗ്രൂപ്പുണ്ട്, പേര് നോഹ. ഒരു ലോകം മൊത്തം പാപം ചെയ്തപ്പോൾ പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ, പേര് നോഹ. 3 കുഞ്ഞുങ്ങൾ. സ്തോത്രം സ്തോത്രം. മകനാകാൻ പറ്റിയില്ല കേട്ടോ. രക്തത്താൽ ചെയ്യും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു, ഞാൻ വിടുന്നില്ല. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അടുത്ത ഭാഗത്തേക്ക് വേഗം ഇങ്ങോട്ട് ഓടി വരിക. അപ്പൊ മകൻ നഷ്ടപ്പെട്ടു. ആ തലത്തിലേക്ക് വരാൻ പലരും ആഗ്രഹിച്ചെങ്കിലും ആർക്കും കഴിയാത്ത കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ഇനിയിപ്പോ എനിക്ക് മകന് വേണ്ട, മക്കള് വേണ്ട, പിന്നെ എനിക്കൊരു ജനം മതി. സ്തോത്രം സ്തോത്രം. ആ ജനത്തിന് ദൈവം ഒരു പേര് കണ്ടുപിടിച്ചു, ഇസ്രായേൽ ജനം. പക്ഷെ അത് ആദ്യം പറഞ്ഞില്ല. പേരും കണ്ടുപിടിച്ചു, ഉണ്ടാക്കാനും തീരുമാനിച്ചു. പക്ഷെ സ്തോത്രം പബ്ലിസിറ്റി ചെയ്തില്ല. പിന്നെന്താ, ആ ജനം എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ എന്റെ കർത്താവ് ആദ്യം ചെയ്ത പരിപാടി ഒരാളെ തെരഞ്ഞെടുത്തവന്റെ പേര് അബ്രഹാം. എല്ലാവർക്കും അറിയാം. ഒരു ജാതി ഉണ്ടാക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഒന്നാമത്തവന്റെ പേര് അബ്രഹാം. സ്തോത്രം. ഞാനൊന്ന് ചിന്തിച്ചവളെ ഒരിക്കലും എന്റെ പ്രാർത്ഥന മുറി വെച്ച് ചോദിച്ചു, കർത്താവേ, അങ്ങ് ഒരു ജാതി ഉണ്ടാക്കാൻ പോവാ, അങ്ങേക്കൊരു ജാതി, അങ്ങേക്കൊരു ജാതി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോ ആ ജാതി തുടങ്ങാൻ ഒരാളെ വിളിക്കുമ്പോ ഒരല്പമെങ്കിലും യോഗ്യത കർത്താവ് എന്താ? ഞാൻ പറഞ്ഞു, കർത്താവേ, അബ്രഹാമിനേക്കാൾ യോഗ്യനാണല്ലോ ഹാബേൽ. അദ്ദേഹം ചത്തത് അങ്ങ് അറിയാതെയല്ലോ. മരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഹാബേലിനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങ് സൂക്ഷിച്ചുകൂടെ? അങ്ങനെ ചെയ്തില്ല. 300 കൊല്ലം കൂടെ നടന്ന ഹാനോക്ക് മാന്യനല്ലേ? എന്താ തെറ്റ്?
300 കൊല്ലം നടന്നില്ലയോ? എന്നാ പിന്നെ ഹാനോക്കിൽ കൂടെ ഒരു ജാതി ഉണ്ടാക്കിക്കൂടെ? Praise the Lord. അതുകൊണ്ട് ഒരു ലോകം മൊത്തം പാപം ചെയ്തപ്പോൾ പാപം ചെയ്യാത്ത ഒരു കുടുംബം നോഹ, അപ്പൻ, 3 കുഞ്ഞുങ്ങൾ ഷേം, ഹാം, യാഫേത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ല കുടുംബം അല്ലയോ? അവരിൽ ഒരാളെ പിടിച്ചൊരു ജാതി ഉണ്ടാക്കിക്കൂടെ? യോഗ്യന്മാർ 3 4 എണ്ണി നിൽക്കുമ്പോൾ അവരെയൊക്കെ വകഞ്ഞു മാറ്റി എന്തിന് ഒരു വിഗ്രഹാരാധനക്കാരനെ പിടിച്ച്? മറുപടി കേൾക്കണോ കുഞ്ഞെ? യോഗ്യന്മാർ 4 അല്ലല്ലോ, 4000 പേരുണ്ടെങ്കിലും എനിക്ക് കാരുണ തോന്നണം എന്നുള്ളവനോട് മാത്രമേ എനിക്ക് കാരുണ തോന്നത്തുള്ളൂ. ഒരു വലിയ ദൂത് ഞാൻ പറയാം ഇന്ന് രാത്രി. നമ്മയൊക്കെ യോഗ്യന്മാർ ഈ പട്ടണത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മയൊക്കെ കുടുംബ ശ്രേഷ്ഠതയുള്ളവർ ഇല്ലാത്തതുകൊണ്ടല്ല, അവരോട് തോന്നാത്തൊരു കരുണ ഇന്ന് രാത്രി നമ്മോട് തോന്നിയ ഓർത്താൽ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? ആ കരങ്ങളെ ഒന്നടിച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം. 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ഇസഹാക്ക്. ഇസഹാക്കിന്റെ 75-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് യാക്കോബ്. യാക്കോബിന്റെ 50-ാമത്തെ വയസ്സിൽ അടുത്ത കുഞ്ഞ് സ്തോത്രം രൂബേൻ. ശ്രദ്ധിക്കൂ, അപ്പന് 100, മകൻ 75, കൊച്ചുമകൻ 50. കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കാൻ തുടങ്ങി. സ്തോത്രം. തലമുറയ അനുഗ്രഹത്തിന്റെ തുടക്കം ഈ രാത്രി മനസ്സിലായവർക്കായി അനുഗ്രഹം തന്നെ തുടങ്ങുന്നു കേട്ടോ. ഇനി പറയാൻ പോയാൽ വാക്കുകൾ കിട്ടില്ല, സമയം നമുക്ക് ആ തലത്തിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുമില്ല. പിന്നെ ഒന്നിങ്ങനെ പറഞ്ഞു വിടാം. പഴയ നിയമം മൊത്തം ഒന്ന് വായിച്ചാൽ അബ്രഹാമിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ കലവറകളുടെ എണ്ണമാ 1 അല്ല 2 അല്ല 10 അല്ല 100 അല്ല. ഇന്ന് രാത്രി ഒരു വാക്ക് പറയാം. വിശ്വസിച്ചുകൊണ്ട് വിളിച്ചവന്റെ പുറകെ ഇറങ്ങി പുറപ്പെടാൻ നീ തയ്യാറായാൽ നിനക്ക് സ്വർഗം തരുന്ന നന്മകൾ 1 2 ആയിരിക്കില്ല, നിനക്ക് എണ്ണുന്നതിനും അപ്പുറത്തായിരിക്കും. ഈ രാത്രി മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. പോട്ടെ. അബ്രഹാമിന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ചു. ഭയങ്കരമായ അനുഗ്രഹം. വായിച്ചാൽ നമുക്ക് ഇന്നും ആശ്ചര്യം വരും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ 2ആക്കി. ഒരു രാത്രി കൊണ്ട് ചെങ്കടൽ എന്ത് ചെയ്തു? 2ആക്കി. യോർദാൻ 2ആക്കി. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ചെങ്കടൽ 2ആക്കുന്നു, യോർദാൻ 1 2ആക്കുന്നു. എരിഹോവിന്റെ കോട്ട ആരാധിക്കുമ്പോൾ ഇടിക്കുന്നു. സ്തോത്രം. അത് മാത്രമല്ല, കണ്ടാൽ എടുത്തു പറയേണ്ട മറക്കളികൾ 1 2 അല്ല, 10 രാജാക്കന്മാർ ഇസ്രായേലിനെ എതിർത്തു. കനാന്യർ, പെരിസ്യർ, എബൂസിയർ, ഹിത്യർ, ഗിർഗശ്യർ, ബൂസിയർ, സ്തോത്രം, ഏതോമ്യർ, അമാലേക്യർ, അമോര്യർ, എലാമിയർ എന്ന് വേണ്ട പേര് പറഞ്ഞ കുടുക്കി പോകുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അവരൊക്കെ അബ്രഹാമിന്റെ സന്തതിയെ എതിർത്തവരാ. എന്നാൽ ഇന്ന് രാത്രി ഈ പരസ്യ സ്ഥലത്ത് നിന്നോട് ഞാൻ ഒന്ന് പറയാം, എതിർത്തവർ എവിടെ പോയെന്നറിയില്ല, അബ്രഹാമിനെ കർത്താവ് ഉയർത്തി. ഹല്ലേലൂയ. അവന്റെ സന്തതിയെ കർത്താവ് ഉയർത്തി. ഇന്ന് രാത്രി മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അബ്രഹാമിന് കൊടുത്ത അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കൂ. വായിച്ചാൽ നമുക്ക് ഇന്നും ആശ്ചര്യ. ഇസ്രായേൽ മക്കളെ കൊണ്ട് ഞാനൊക്കെ എന്റെ ഭാഷയിൽ അറിയിക്കാതിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. പ്രൊനൗൺസിയേഷൻ ഒരിപ്പം കുറവുണ്ടെങ്കിലും ആത്മാർത്ഥത ഭയങ്കര. അതിന്റെ സ്തോത്രം. ഇസ്രായേൽ മക്കളെ കൊണ്ട് ഒരിക്കൽ കനാനിലേക്ക് മോശ പോയപ്പോ വെള്ളമില്ലാതെ ഭാരപ്പെട്ടു. വെള്ളം കിട്ടിയ വെള്ളത്തിൽ എന്തായിരുന്നു? കയ്പ്. അപ്പൊ മോശയോട് പറഞ്ഞു വെള്ളമുണ്ട്, കയ്പ. അപ്പൊ മോശ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയാമേ. വെള്ളമില്ലാതെ ഭാരപ്പെട്ടങ്ങ് വെള്ളം തന്നു, ഒത്തിരി നന്ദി, പക്ഷെ കയ്പാണല്ലോ. അപ്പൊ കർത്താവ് പറയാ കയ്പാണോ? വെയിറ്റ് ചെയ്യേ, ഇപ്പൊ ഞാൻ മധുരമാക്കാം എന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു കയ്പാണോ? അതിനടുത്തൊരു മരം കണ്ടു, കൊമ്പ് കെട്ടിക്കോ, ഇട അങ്ങോട്ട് ഇട്ട അന്നേരം മധുരമാവും. എന്തോ അർത്ഥം? ഈ വെള്ളം കയ്പാകുന്നതിന് മുമ്പ് ഇത് മധുരമാക്കാൻ മരം നട്ടവനാ എന്റെ കർത്താവ്. ഇസ്രായേലിലെ യാത്ര അത്ഭുതമാണ്. ഒരിക്കലേ ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങളെ കൊല്ലും, നിന്നെ അക്കരയ്ക്ക് ഞാൻ വിടില്ല, എല്ലാത്തെയും തകർക്കും. പകല് മൊത്തം യുദ്ധം നടന്നു. രാത്രി കൂടെ നടന്നാലേ യുദ്ധം ജയിക്കൂ. സ്തോത്രം. പക്ഷെ സന്ധ്യയാകുക. യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്ന ആൾ യോശുവയാ. അപ്പൊ ഒരിക്കൽ മുട്ടുമടക്കി ചോദിച്ചു, കർത്താവേ യുദ്ധം പരാജയപ്പെടാൻ പോവാ, ഞങ്ങളെ തോപ്പിക്ക് ബഹുമാനം ഉറപ്പാ, ഞങ്ങൾ ജയിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂ. അപ്പൊ ദൈവം പറഞ്ഞു അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണം? നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, സൂര്യനെ അവിടെ നിർത്തിയാൽ മതി, രക്തം ചെയ്യും. അപ്പൊ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഞാൻ കറങ്ങാനാ പറഞ്ഞേക്കുന്നേ, നിൽക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ചെയ്യേ, അധികാരം നിനക്ക് തരാം, നീ പറ, സൂര്യൻ അവിടെ നിൽക്കും. മനസ്സിലായവർക്കായി സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യോശുവ ഒരു വാക്ക് പറഞ്ഞു, സൂര്യ നിൽക്കുക, ചന്ദ്ര അയ്യോരാ നിൽക്കുക. പറഞ്ഞു തീർന്നില്ല. അവിടെ എന്ത് ചെയ്തു?
സ്തോത്രം പറയണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഞാൻ എന്റെ ചിന്ത ഇതാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമുക്കിന്നും ഒരത്ഭുതം. ആമേൻ. ആണോ അല്ലയോ? ഹല്ലേലൂയ. ഇറച്ചി ചോദിച്ചു, ഒരു മാസം. ആണോ? അല്ല, ഒരു നേരം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇറച്ചിക്ക് പണ്ട്. ഇപ്പൊ കുറച്ച് നാളായി വന്നിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു നേരത്തെ ഇറച്ചി ഒന്ന് ചുമ്മാ ടേസ്റ്റിന് അറിയാൻ വേണ്ടി കിട്ടിയാൽ കൊള്ളാം. കർത്താവ് പറഞ്ഞു, 1 അല്ല 2 അല്ല 5 അല്ല 10 അല്ല 20 അല്ല, ഒരു മാസം. രാവിലെ ഇറച്ചി, ഉച്ചക്കിറച്ചി, വൈകിട്ടിറച്ചി. കിട്ടാത്തതുകൊണ്ടാ. സ്വോത്ര കിട്ടുമ്പോ അതിന് സുഖം അറിയും. മനസ്സിലായവരെ കർത്താവിന് സ്വോത്രം. രാവിലെ തൊട്ട് പൂറ്റേൻ ഇറച്ചി മൂക്കി കൂടെ വന്നെന്നാ. സ്തോത്രം അതുവരെ കൊടുത്തു. എന്നോട് പറഞ്ഞേ, നിങ്ങളെ ചോദിച്ചത് മൊത്തം കൊടുത്തെങ്കിലും കൊരിന്ത്യ ലേഖനം എഴുതിയ പൗലോസ് ഒരു വാക്ക് പറഞ്ഞു. അതാ എന്റെ ചിന്ത. പൗലോസ് പറയുക, അവർക്ക് ഒരേ ആത്മീയ പാറയെന്നാ കൊടുത്തത്, ഒരേ അപ്പമാ കൊടുത്തത്, ഒരേ വീഞ്ഞാ കൊടുത്തത്. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? ആ മിക്ക പേരെന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാമോ? മിക്ക പേർ എത്രയാന്ന് അറിയുമ്പോഴാ അതിന്റെ ആഴം അറിയുന്നത്. ആര് പറഞ്ഞാലും തെറ്റിപ്പോകുന്നൊരു കണക്കുണ്ട്. ഇസ്രായേൽ മക്കൾ അവിടുന്ന് വന്നവരിൽ എല്ലാവരും പറയുന്നത് 20 ലക്ഷം 30 ലക്ഷം, പല കണക്കുകളാ. എത്രയും ആവട്ടെ, അറ്റ്ലീസ്റ്റ് 25 ലക്ഷം ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊള്ളൂ. അതിനകത്ത് മിക്ക പേർ എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതലാ വരേണ്ടത്. മിക്ക പേർ പകുതിയിൽ കൂടുതൽ അതാ വരേണ്ടത്. പക്ഷെ ശരിക്കും ബൈബിൾ പഠിച്ചാൽ മിക്ക പേർ 2 പേർ ഒഴികെ ബാക്കിയെല്ലാം ഒരു പാറയിലെ വെള്ളം, ഒരപ്പം തിന്നു, ഒരുമിച്ച് കുടിച്ചു, ഒരു പാറയുടെ പുറകെ നടന്നു, അല്ലെങ്കിൽ ആ പാറ പുറകെ നടന്നു. എല്ലാം ഒരു പ്രാർത്ഥനയാ, ഒരു പ്രസംഗമാ, ഒരു ആരാധനയാ. പക്ഷേ 2 പേരൊഴികെ ബാക്കി മുഴുവനിലും ദൈവം പ്രസാദിച്ചില്ല. ഈ രാത്രി മനസ്സിലായവർക്കായി പ്രസാദിക്കാത്തത് കൊണ്ട് സംഭവിച്ച കാര്യം കേൾക്കണോ? വെട്ടി ഞാൻ ഉണ്ടാക്കിയ കൊമ്പാ. അബ്രഹാം ഒൽഹാദലമാ ഞാൻ ഇവരെ വരുത്തിയത്. അത്ഭുതങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തതാ. എന്റെ സമ്പത്താ അവർ, എന്റെ ജനമാ. ഞാൻ കൊടുക്കാത്തൊന്നും അവർക്കില്ല. ഞാൻ അതൊക്കെ കൊടുത്ത. പക്ഷേ പാവം കണ്ടപ്പോൾ, അവിശ്വാസം കണ്ടപ്പോൾ, എന്റെ ജനമാണല്ലോ എന്നോർക്കാതെ വെട്ടിക്കളഞ്ഞ ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. മനസ്സിലായവർക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ ചെയ്ത പാപത്തെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേഗത്തിൽ മുമ്പോട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഒന്ന് വായിക്കണേ പാസ്റ്ററെ. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവർ ചെയ്ത ഒത്തിരി പാവം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല. 2 പറയാം. 19:5. ആമേൻ. സ്തോത്രം. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. നിങ്ങളുടെ രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവിടെ നോക്കൂ, ഇസ്രായേലിന്റെ മോശം മുഖാന്തരം കർത്താവ് കൊണ്ടുവന്നു. ചെങ്കടൽ കടന്നു കയറിയപ്പോ കർത്താവ് അവരെ നടുക്കോട്ട് ചെന്ന് ചോദിച്ചു, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? അവർ പറഞ്ഞായിരുന്നു. ഒരല്പം പേടി ഉണ്ടായിരുന്നില്ലയോ ചെങ്കടൽ വന്നപ്പോ? യോർദാന ഈ പറവോനൊക്കെ വന്നപ്പോ ഒരു അല്പം പേടി ഉണ്ടായിരുന്നില്ലേ? ഉയ്യോ, പൊന്നു കർത്താവ് പേടിച്ചു പോയി കേട്ടോ. പേടിക്കണ്ട, ഞാനല്ലേ കൊണ്ടുവന്നത്. അക്രിയത്തി പഞ്ചായത്തായ സ്തോത്രം. കർത്താവിന്റെ സംഭാഷണ. പിന്നെ നിങ്ങളെ ഈ നാശം പിടിച്ച മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ? അത് എന്നും സംസാരിക്കും. പക്ഷെ അവർ പാപം ചെയ്തപ്പോ സംസാരം നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊണ്ടതിന് മുമ്പിൽ എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എന്റെ സംസാരം നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അതാ വായിച്ച വാക്യം. നിങ്ങൾ എന്റെ കൽപ്പനകൾ കേൾക്കണം. നിങ്ങൾ എന്റെ നിയമം എന്ത് ചെയ്യണം? പ്രമാണിക്കണം. സ്തോത്രം. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളെ പറ്റിയുള്ള പദ്ധതി. എന്റെ പ്രസംഗം കേൾക്കുക, എന്റെ കൽപ്പന എന്ത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വം. പുരോഹിതന്മാരും രാജാക്കന്മാരും. ആര്? ഇസ്രായേൽ മക്കൾ. നമ്മളിന്ന് കർത്താവിന്റെ ആരാ? രാജകീയ പുരോഹിത. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ പോസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് ഈ പോസ്റ്റിൽ വന്ന ആൾക്കാരാണ് ആര്? ഇസ്രായേൽ. നിങ്ങൾ അറിയണം, അതുവരെ ന്യായപ്രമാണമില്ല. അതുവരെ സമാഗമന കൂടാതെയില്ല. അതുവരെ ലേവി ഗോത്രം, പുരോഹിത ഗോത്രം എന്ന പരിപാടിയില്ല. പിന്നെ ആരാ? എല്ലാ പുരോഹിതന്മാർ. മോശ പുരോഹിതൻ, അങ്ങനെ പുരോഹിതൻ, പുരോഹിതൻ മിരിയാം പുരോഹിതൻ, സകലനോ പുരോഹിതന്മാരാ.
എന്തെങ്കിലും സംസാരിക്കാൻ വേറൊരുത്തിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. ഇന്ന് രാത്രി മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കൂടെ ആ പൊസിഷനിലേക്ക്, നമ്മെ കൂടെ തലത്തിലേക്ക് സ്വർഗം എത്തിച്ചതോർത്ത് ഇന്ന് രാത്രി എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? എല്ലാം പുരോഹിതന്മാർ, എല്ലാ രാജാക്കന്മാർ. കർത്താവ് പറഞ്ഞു നിങ്ങളൊക്കെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാണ്. പിന്നെ എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഞാൻ പറയുന്ന പ്രസംഗമൊക്കെ എന്ത് ചെയ്യണം? ഒന്നൊക്കെ എൻ്റെ വചനം കേൾക്കണം, എൻ്റെ നിയമം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ഉടനെ അവരെല്ലാം ഒറ്റ ചിരി. ഇതിന് പറയാ അത്രയേ ഉള്ളൂ, മെസ്സേജ് കേട്ടാൽ മതിയോ? കൽപ്പന പ്രമാണിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങളോടത്ത് കടിച്ചപ്പെടുത്ത വില തോന്നുന്നത് ഇവർക്ക് അത്രയോട് കേട്ടപ്പോൾ സന്തോഷം. പക്ഷേ സംസാരിക്കാൻ കർത്താവ് വന്നു. അപ്പൊ സംഭവിച്ച കാര്യം കേൾക്കണോ? 20:18 വായിക്കൂ പാസ്റ്റർ. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയായിരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോശ പറഞ്ഞു, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ കേട്ടോളാമേ. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, പക്ഷേ ഞങ്ങൾ ചത്തുപോവാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് എന്തുവായിരുന്നു? ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അവര് പറഞ്ഞു അയ്യോ അത്രയേ ഉള്ളൂ, സ്തോത്രം, എപ്പ കേട്ടെന്ന് പറഞ്ഞാൽ മതി. അതാണ് അവര് പറഞ്ഞത്. പക്ഷെ സംസാരിക്കാൻ വന്നപ്പോ ശബ്ദം കൂടി പോയി. വന്നതാരാ? സ്വർഗമല്ലേ. ഇവിടുത്തെ MLA വന്ന പൊട്ടുമല്ലേ പടക്കം? പൊട്ടത്തില്ലേ? മുഖ്യമന്ത്രി വന്ന പൊട്ടത്തില്ലേ പടക്കം? സ്തോത്രം സ്തോത്രം. മുഖ്യമന്ത്രി വന്ന അതിന് മുമ്പ് തന്നെ നായ്ക്കൾ വരെ ഇവിടെ ഉണ്ടോ എന്നറിയാൻ പോകുമ്പോ മനസ്സിലായവർക്ക് കർത്താവ് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ നിർമ്മിച്ച ദൈവം വന്നാലോ? അവിടെ വായിച്ച വാക്യം, പർവ്വതം പൊങ്ങഞ്ഞു, മിന്നലുണ്ടായി, ഇടിമുഴക്കമുണ്ടായി, കാഹളനാദം കേട്ടു. ഇത് കേട്ടപ്പോ ജനം പേടിച്ചിട്ട് പറയാ, ദേ മോശേ, ഹലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോ, ഞങ്ങൾ എന്ത് ചെയ്തോളാം, കേട്ടോളാം. ഞങ്ങൾ മരിച്ചു പോവാതിരിക്കേണ്ടത് ദൈവം എന്ത് ചെയ്യരുത്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം സംസാരിച്ചില്ലേലും വേണ്ടില്ല, ജീവിക്കാൻ പറ്റൂ. സംസാരമോ വേണ്ടത്, ആലോചനോ വേണ്ടത്, പ്രസംഗമോ വേണ്ടത്. എന്താ? ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. സംസാരിച്ചാൽ ചാവും, മരിക്കാൻ ഇപ്പൊ മനസ്സില്ല, ജീവിച്ചേ പറ്റൂ. ഇസ്രായേൽ മക്കൾ ചെയ്ത ഒന്നാമത്തെ പാപം വചനത്തോട് വിരോധം കാണിച്ചു. ദൈവത്തിന്റെ ശബ്ദം വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഒന്ന് പറയാം, അറിയാതെ കണ്ടു വേണ്ടെന്ന് പറഞ്ഞവനെ അടി കൊടുത്തവനാ സ്വർഗമെങ്കിൽ അറിഞ്ഞോണ്ട് വെച്ചാൽ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിരിച്ചു കളിച്ച് നീ പന്ത് വിട്ട് ഇറങ്ങിപ്പോവരുത്. ന്യായവിധിയുടെ തീ നമുക്കെതിരെ സ്വർഗം കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി സമർപ്പണത്തോടെ മടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇസ്രായേൽ ചെയ്ത ഒന്നാമത്തെ പാപം കൊലപാതകമല്ല. ഇസ്രായേൽ ചെയ്ത ഒന്നാമത്തെ മേജർ സ്വിൻ വ്യഭിചാരമല്ല, വാചനം വേണ്ടെന്ന് വെച്ചു. ഇത് കേൾക്കുമ്പോ ഒരു ചിന്ത ഉണ്ടാവുന്നത് നല്ലതാ. കാരണം എത്രയോ വട്ടം ഇത് വേണ്ടെന്ന് വെച്ചേക്കുന്നു. എത്രയോ വട്ടം ഇതിനോട് നമ്മൾ എതിർപ്പ് കാണിച്ചിരിക്കുന്നു. എത്രയോ വട്ടം ഇതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മടങ്ങി വരേണ്ട സമയമാഗതമായി. മനസ്സിലായവർക്ക് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ഇസ്രായേൽ ചെയ്ത ഒന്നാമത്തെ പാപം വചനം വേണ്ടെന്ന് വെച്ചു. ഇത് കേട്ടപ്പോ കർത്താവ് എന്താ പറഞ്ഞറിയാമോ? അയ്യോ, എന്റെ ശബ്ദം വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ശബ്ദം ഇല്ലാതെ അവരെങ്ങനെ പോകും? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, സമാഗമന കൂടാരം പണി, അതിനകത്തൊരു പെട്ടകം പണി, സ്വർഗത്തിലെ ഭൂമിയിൽ ഒതുങ്ങാത്ത ഞാൻ ഇവർക്ക് വേണ്ടി എവിടെ ഒതുങ്ങാം? പിന്മാറി പോയവന് വേണ്ടിയുള്ളതാ പഴയ നിയമത്തിലെ ആലയം. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്തോത്രം. അത് തന്നെയല്ല, എന്റെ ശബ്ദം വേണ്ടെന്ന് പറഞ്ഞില്ലയോ? അതുകൊണ്ടൊരു കാര്യം ചെയ്തോ, പുരോഹിതന്മാർ എന്ന തസ്തിക കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇനി എല്ലാവരും വേണ്ട, പിന്നെ 12 ഗോത്രത്തിൽ ഒരു ഗോത്രം പുരോഹിത ശുശ്രൂഷയിൽ വരട്ടെ. എന്റെ സംസാരം വേണ്ടല്ലോ, എന്റെ ചിന്തകൾ വേണ്ടല്ലോ, എന്നാ വേണ്ടേ ഒരുത്തൻ. അങ്ങനെ ആ ലേവിയെ തെരഞ്ഞെടുക്കുന്നത് പുരോഹിത ശുശ്രൂഷയിലേക്ക്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. വേഗം മടങ്ങിയവരുടെ സമയം പോകുന്നു. ഒന്ന്, അവർ ചെയ്ത മേജർ പാപം വചനം വേണ്ടെന്ന് വെച്ചു. ഇനി രണ്ടാമത്തെ പാപം നമ്മൾ വായിക്കണം. ആവർത്തന പുസ്തകമാണ് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇത് നിന്റെ ദൈവമായ യഹോവ ആ ദേശത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. എന്നാറേ നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു. കുറച്ചു പേര് അടുത്ത് വന്നു.
നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. ഞാൻ കുറച്ചുപേരെ മുമ്പ് കൂട്ടി അങ്ങോട്ട് അയക്കാം. അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന റൂട്ടും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ആ വാക്കെനിക്ക് ബോധിച്ചു. ഇറങ്ങി പുറപ്പെട്ടിട്ട് കുറച്ച് നാളുകളായെങ്കിലും ഇതുവരെ എവിടെ ചെന്നില്ല? കനാനിൽ. ഇസ്രായേൽ മക്കളെ യാത്രയെ പറ്റി പഠിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ 40 കൊല്ലവും അവരുടെ ബുദ്ധി കെട്ടുപോയെന്ന് വേണം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ. സ്തോത്രം. 40 കൊല്ലവും അവർ ചുറ്റിയ ഒറ്റ മല, പേര് സെയീർ. എന്തോ സെയീർ പർവ്വതം ചുറ്റുവാ. എത്ര കൊല്ലം? 40. ഒന്നിങ്ങനെ ചുറ്റി റൗണ്ടിൽ വന്നപ്പോ ഇന്ത്യൻ കോഫി ഹൗസ് അവർ പറഞ്ഞു യാത്ര കൂടുതലായല്ലോ, മടുത്തില്ലയോ, അതുകൊണ്ട് എല്ലാവരും കയറി കഴിച്ചാട്ടെ. എല്ലാവരും കയറി കഴിച്ചു. ഇന്ത്യൻ കോഫി ഹൗസ് ഈച്ച് ഫുഡ് ശരിക്കും കഴിച്ചു. എന്നിട്ട് ബൈ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് 10 കൊല്ലം കഴിഞ്ഞ് പിന്നെയും കറങ്ങി അവിടെ വന്നപ്പോൾ പറയാം, അയ്യോ ഭയങ്കര അതുപോലെ തന്നെ ഒരു കോഫി ഹൗസ് എന്ന്. അത് തന്നെയാന്ന് ഇവർ അറിഞ്ഞില്ല. ഒരു പർവ്വതത്തിലാ ചുറ്റിയ 40 കൊല്ലം. ഇപ്പൊ എത്തിപ്പെടാത്ത കൊണ്ട് കർത്താവ് പറഞ്ഞു എത്തിയില്ലല്ലയോ, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ എത്താത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ ആരെയും വിട്ടിട്ടൊന്നുമില്ല, സംഭവം അവിടെ ഉണ്ട്. പിന്നെ ഇനി വഴി തെറ്റിപ്പോകാതിരിക്കാൻ കുറച്ചുപേരെ എന്ത് ചെയ്യണം? അയക്കണം. അവർ റൂട്ട് നോക്കട്ടെ. ആ വാക്ക് മോശയ്ക്കും ബോധിച്ചു, മൂപ്പന്മാർക്കും ബോധിച്ചു. 12 പേരെ പറഞ്ഞു വിട്ടു. 12 പേര് റൂട്ട് നോക്കി ചെന്നു. എത്തിയത് കനാനിൽ. കണ്ടപ്പോ ഞെട്ടി. കാരണം അത്തിപ്പഴം, സൂപ്പർ മുന്തിരിങ്ങ, നല്ല മാതളപ്പഴം. സ്തോത്രം. പാല് കറക്കാൻ ആളില്ലാത്ത കൊണ്ട് ഇടിഞ്ഞിറങ്ങി പാലൊഴുകുന്നു. ഓ ഞെട്ടിപ്പോയി. മരുഭൂമിയിലല്ലയോ കുറച്ച് നാളുകൾ. പാല് പോയിട്ട് പശുവിനെ പോലും കണ്ടിട്ടില്ല. പിന്നെ ആ പാല് കണ്ടപ്പോൾ ആഗ്രഹം. സ്തോത്രം. വയലേലക്കകത്ത് പൊട്ടിക്കിടക്കുന്നതിനകത്ത് തേനീച്ച കൂടുണ്ടാക്കും. ഇതങ്ങ് അടുക്കുമ്പോ റാട്ടു ഞെങ്ങി തേനി പുറത്ത് കിടക്കുക. ഇതെല്ലാം കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടോ ഒരു സ്ഥലം? ഭയങ്കര സന്തോഷമായി. എന്റെ ചിന്ത പറയാൻ ചെന്നപ്പോ തൊട്ട് ഭാര്യ പഠിച്ചടിക്കുക. കാരണം മരുഭൂമിയിലെ വാസമല്ലയോ, വല്ല കിട്ടാനുണ്ടോ? ചെന്നപ്പോ തൊട്ട് അടിക്കുക. സ്വോത്രം അടിച്ച് വയറ് നിർത്തപ്പെടാൻ മനസ്സിലായ ഇത് നമുക്കിത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. അപ്പുറത്തും കുറച്ച് പേരുണ്ടല്ലോ, നമുക്ക് കുറച്ചങ്ങോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ഒത്തു. 12 പേര് 6 കമ്പ് ഫലം മൊത്തം വെട്ടിയെടുത്ത് കമ്പേ കെട്ടി. 2 പേർ ഒരു കമ്പ് വെച്ചിട്ട് നടുക്കൊരു മുന്തിരിക്കൊല എന്ത് ചെയ്തു? തൂക്കി. മുന്തിരിക്കൊല തൂക്കിയിട്ട് കനാൻ തൊട്ട് മരുഭൂമി വരെ വന്നപ്പോ ഒറ്റ അല്ലി താഴെ വീടില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിലേ തോണിപ്പുഴ ചെന്ന് 1 കിലോ മുന്തിരി മേടിച്ചിട്ട് വരണം, ഞെടിപ്പേ പിടിച്ചിട്ട് വരണം. സ്വോത്രം. ഗുഡ് ഷെഫേർഡിന്റെ സ്കൂളിൽ വരുമ്പോൾ 4 മാത്രം കാണും, മുന്തിരിങ്ങ മൊത്തം റോട്ടിലും കാണും. സ്തോത്രം. പക്ഷെ ഇത് തോളെ തൂക്കിയിട്ട് ഒറ്റൊരെണ്ണം വീണില്ല. എന്തോ മനസ്സിലായി? ദൈവം തന്ന ലോക്കൽ തരത്തില്ല, അവൻ തന്ന ശ്രേഷ്ഠമായ മനസ്സിലാകുന്നെങ്കിൽ കാര്യങ്ങളെ ഉയർത്തി വേഗം മുമ്പോട്ട് വരട്ടെ. 12 എണ്ണം വരുന്ന വഴിക്ക് കനാന്റെ ബൗണ്ടറി വന്നു. അങ്ങോട്ട് പോയപ്പോൾ ബൗണ്ടറി നോക്കിയില്ല, കയറുക എന്നുള്ളതാ. തിരിച്ചു വന്നപ്പോഴാ ഇതാണ് ഇതിന്റെ ബൗണ്ടറി, ഇല്ലയോ കൊള്ളാം എന്ന് പറഞ്ഞു വന്നപ്പോ നിൽക്കുന്നു 4 തൂണുകൾ. ഞെട്ടിപ്പോയി. അങ്ങോട്ട് പോയപ്പോൾ ഇല്ല, ഇങ്ങോട്ട് വന്നപ്പോ 4 തൂണുകൾ. അവര് പറഞ്ഞു കൊള്ളാമാര് മണിക്കൂറുകൾ കണ്ടാണോ തൂണ് പണിയുന്നത്? തൂണിന്റെ വലിപ്പം അറിയാൻ വേണ്ടി താഴേന്ന് നോക്കി വന്നപ്പോഴാണ് മനസ്സിലായി തൂണല്ല, അവിടെ പാർക്കുന്ന 2 പേരുടെ കാല, അനാക്യമല്ലമാരുടെ കാല. രക്തം ചെയ്യും. ഇതാണ് കണ്ടപ്പോഴേ മേടിച്ചു പോയി. 10 പേരുടെ ഫലം എതിലേ പോയെന്നറിയില്ല. അവരാ 10 എടുത്ത് താഴെ ഇട്ടിട്ട് ഇവന്മാരുടെ സൈഡിൽ കൂടെ ഓടിപ്പോയപ്പോ 2 എണ്ണം യോശുവ കാലേവ് നോക്കിയത് തൂണിന്റെ വലിപ്പമല്ല, അവന്റെ പൊക്കമല്ല. നോക്കിയപ്പോ നോട്ടം തെറ്റുന്നത് കൊണ്ടാ പേടി വരുന്നേ. നോക്കണ്ടടുത്ത് നോക്കിയാൽ നിന്റെ അകത്തൊരു ശക്തി ആരാധരിക്കുന്നത് ഈ രാത്രി മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വേഗം മടങ്ങി വരുന്നു. 2 എണ്ണം ഓടി, 10 എണ്ണം ഓടി. ഫലമില്ലാത്തവൻ ഓടി ആദ്യം വന്നു. ഫലമുള്ളവർ സ്വല്പം ലേറ്റായിട്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ചുമന്നുകൊണ്ട് വരണ്ടേ? സ്തോത്രം. ഈ 2 എണ്ണം വരുന്നതിന് മുമ്പ് 10 എണ്ണം വന്നു. വന്നപ്പോ തന്നെ ചങ്കത്തിടിച്ചോണ്ടാ വന്നേ. ഞമ്മക്കത് കിട്ടത്തില്ല, നമ്മളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാ. അവിടെ ഉള്ളവർ അനാക്യം മല്ലന്മാര് ഞങ്ങളെ നടക്കില്ല. ഇത് പറഞ്ഞപ്പോ ഭാരപ്പെട്ടത് ഇസ്രായേൽ മക്കൾ മാത്രമല്ല, പിന്നെ ഇവർക്ക് വേണ്ടി ചെങ്കടൽ 2 ആക്കിയ ദൈവം ഭാരപ്പെട്ടു. കാരണം എന്താ കുഞ്ഞെ? ഇവർക്ക് വേണ്ടി ഞാനല്ലേ 2 ആക്കി. ഇവര് വെട്ടിക്കിളി പോലെ ആയെന്ന് പറഞ്ഞ അർത്ഥം ഇവരെ നടത്തുന്ന ഞാൻ അങ്ങനെ ആയിരുന്നല്ലേ. എന്റെ പ്രവൃത്തി അവർ വിശ്വസിച്ചില്ലല്ലോ, എന്റെ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, എന്റെ ശക്തി അവർ അറിഞ്ഞില്ലല്ലോ. ഇവര് പറഞ്ഞ വാക്ക് കൊണ്ടത് ഇസ്രായേൽ മക്കൾക്കല്ല, കൊണ്ടത് തമ്പുരാനാ. ചെങ്കടൽ 2 ആക്കിയ മറന്നു.
മന്ന കൊടുത്ത കാര്യം മറന്നു, കാടപ്പക്ഷിയുടെ കാര്യം പറഞ്ഞു, ലവ്യാതാന്റെ തലച്ചോറ് തകർത്ത് അവിടുന്ന് ലവ്യാതാനെ കൊണ്ടുവന്ന് ഇറച്ചി കൊടുത്തത് മറന്നു. ഇതൊക്കെ ചെയ്തത് ഞാനാന്ന് അവർ മറന്നു. അവർ പറയുക ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ. അർത്ഥം ഇന്നലെ വരെ നടന്ന ജയം ഞങ്ങളുടെ കൈ കൊണ്ടാന്ന ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. സ്തോത്രം പറയാമോ? കർത്താവിന് ഭാരം വന്നു, വിഷമിച്ചു. ഇസ്രായേൽ മക്കൾക്ക് രണ്ടാമത്തെ പാപത്തിന്റെ പേര് അവിശ്വസ്തത അഥവാ അല്ലെങ്കിൽ അവിശ്വാസം. വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഒരു ചെറിയ പണിഷ്മെന്റ് കർത്താവ് കൊടുത്തു കേട്ടോ. ഒരു ചെറിയ പണിഷ്മെന്റ് വായിക്കാമോ? സംഖ്യാപുസ്തകം 14:34. ദേശം ഒറ്റ നോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം. പണിഷ്മെന്റ് കേൾക്കണോ? 40 നാളായി ഇവര് പോയിട്ട് വന്നപ്പോ ഒരു ദിവസത്തിന് ഒരു കൊല്ലം വീതം 40 കൊല്ലം പറഞ്ഞ പണിഷ്മെന്റ്. നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ചേറിയും. ഇത്രേ ഉള്ളൂ. പൊക്കോ. കൂടെ വരില്ല, അകന്ന് വേണേ എന്ത് ചെയ്യാം? വരാം. കൂടെ വരില്ല, പൊക്കോ. അകൃത്യമാ, വരാൻ പറ്റില്ല, അകന്ന് വരാം. വാക്യം അനുഗമിച്ചു. പുറകെ വരാം. അല്ലെങ്കിൽ നിക്കേ, ഞാൻ ഫ്രണ്ടിൽ ചെല്ലാം, കൂടെ വരില്ല. കർത്താവിന് സ്തോത്രം. അകൃത്യമുള്ളവന്റെ കൂടെ സ്വർഗം വരത്തില്ല. പറയാമോ രാത്രി? രസകരമായ സംഭവം പറയട്ടെ. അകന്ന് വാർത്തപ്പോഴും മന്ന കിട്ടി. ഹലോ, മന്ന ലോക്കൽ ഫുഡാണോ? മന്ന ലോക്കൽ ഫുഡാണോ? അല്ല, ശ്രേഷ്ഠമാ. സ്വർഗത്തിലെ ആഹാരം, ശക്തന്മാരുടെ ആഹാരം. അകന്നാലും ഫുഡിന് കുറവൊന്നും വരത്തില്ല. മന്ന കിട്ടി. ഇറച്ചിയോ ഇഷ്ടം പോലെ. വെള്ളം 40 കൊല്ലം ഇഷ്ടം പോലെ വെള്ളം. ഇനി വസ്ത്രം, കാല് വളരുമ്പോൾ വസ്ത്രം വളരും, കൈ വളരുമ്പോൾ വസ്ത്രം വളരും, ഇഷ്ടം പോലെ. ശരി, അല്ല പിന്നെ മരുഭൂമി ടെക്സൈസ് ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ വസ്ത്രം വളരുക. ഇനി ചെരുപ്പോ വാള് പൊട്ടില്ല, തേഞ്ഞു പോകത്തില്ല, കാല് വളർന്നാൽ ചെരുപ്പ് വളരും. ഇതിലൂടെ ഉണ്ടോ? അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അകന്നു പാർത്താലും ഇതൊക്കെ എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ ഇതൊക്കെ കിട്ടുന്നു എന്ന കാരണത്താൽ കർത്താവിന്റെ പോക്കറ്റിലാണെന്ന് പറയരുത്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഒന്നുകൂടെ പറയാം, സാമ്പത്തികം ആത്മീകത്തിന്റെ അളവുകോൽ അല്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റർ, കാശുണ്ടോ അവനാ ആത്മീയൻ. സ്തോത്രം. പണ്ട് ഏലപ്പാറക്കാരനാണ് ഞാൻ. അതായി എന്റെ പ്രസംഗത്തിനകത്ത് ഒരു ഹൈ റേഞ്ച് ടച്ച്. അപ്പൊ അവിടെ നിന്ന് ആ പ്രസംഗിക്കാൻ ഞാൻ വരുന്നത്. പണ്ടൊക്കെ ബൈക്കായിരുന്നു വർഷങ്ങൾ. 2 കോട്ട് വേണം, തണുപ്പ് അവിടെ. ഈ ബൈക്കൊക്കെ കത്തിച്ച് അവിടുന്ന് 100 കിലോമീറ്റർ താണ്ടി കോഴഞ്ചേരി വന്ന് നമ്മൾ ചർച്ചിലോട്ട് പ്രസംഗിക്കാൻ കയറുമ്പേ പാസ്റ്റർ ചോദിക്കും, ഹൈ റേഞ്ചാ അല്ലേ? കാണുമ്പോൾ അറിയാം ഹൈ റേഞ്ചാ. അത് അവിടെ തന്നെ വരൊക്കെ മഞ്ഞു അടിച്ച്. എത്ര വർഷമായി പാസ്റ്ററായിട്ട്? 5 വർഷം. എങ്ങനെയാ വന്നേ? ബൈക്കാണ്. കാറ് കിട്ടിയില്ല? ഇല്ല. എന്തോ ഒരു ചെറിയ പോരാട്ടം ഉണ്ട്, അല്ലെ? ഇപ്പൊ എന്ത് വന്നേ? 10 കൊല്ലം കഴിഞ്ഞപ്പോ നമ്മൾ എടുത്തൊരു 800. എന്റെ ചിന്തയാണ്, 800 കൊണ്ട് നമ്മളൊന്ന് യോഗത്ത് നിൽക്കുമ്പോ പഴയ മോഡലാ. എങ്ങനെ വാസ്തവത്തെ കാർ? നമ്മുടെ അഭിമാനത്തോട് പറയാം, കാറല്ല. ഏതോ കാറ്? എനിക്ക് 800. മാറേണ്ട സമയമായി കേട്ടോ. എന്തോ ഒരു ചെറിയ പോരാട്ടം ഉള്ളത് കൊണ്ടാ മാറാത്ത. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ 1ാമത്തെ ആത്മീയന്റെ പേര് കേൾക്കണോ? സാമ്പത്തികമാണ് ആത്മീയത്തിന്റെ അളവുപോലെങ്കിൽ ഇന്ത്യയിലെ 1ാമത്തെ ആത്മീയന്റെ പേര് ടാറ്റ, ബിർല, മുകേഷ് അംബാനി, അനിൽ അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ. അവരൊക്കെയാ 1ാമത്തെ ആത്മീയർ. ഇഷ്ടംപോലെ കാറുകളല്ലേ? അല്ലേ തന്നെ പോട്ടെ, കോഴഞ്ചേരി നമ്മൾ സഞ്ചരിക്കുമ്പോൾ കോഴഞ്ചേരിക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കാറാണോ നമ്മുടെ ഉള്ളത്? അപ്പൊ നമ്മളെക്കാൾ ആത്മീയ അവരല്ലേ? ഹലോ, മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. പോയാലും നിനക്ക് തരാമെന്ന് പറഞ്ഞതിൽ ഒന്നും എന്റെ സ്വർഗം കുറയ്ക്കില്ല. പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞത് മൊത്തം അവർക്ക് കൊടുത്തെങ്കിലും ഒന്നും കൊടുത്തില്ല. എന്നാ? കനാൻ. എവിടെയാ കൊണ്ടുപോകാന്ന് പറഞ്ഞ്? കനാൻ. കിട്ടിയോ? ഇല്ല. പിന്നെ എന്ത് കിട്ടി? പൊട്ടി കിട്ടി. പിന്നെ എന്ത് കിട്ടി? കാർ കിട്ടി. പിന്നെ എന്തോ കിട്ടി? വസ്ത്രം കിട്ടിയടാ. ഇതാണ്
ഈ രാത്രി മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സമാപന രാത്രി ആയതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ കർത്താവ് ഇന്ന് രാത്രി എന്നെ കൊണ്ടുവന്നേക്കുക. നിത്യതയാ ലക്ഷ്യമെങ്കിൽ, നിത്യതയാ നോട്ടമെങ്കിൽ, നിത്യതയാ ചിന്തയെങ്കിൽ ഇന്ന് രാത്രി ജനത്തിന്റെ ചിന്തയോട് ഇസ്രായേൽ മക്കൾ ചെയ്ത രണ്ട് പാപം, ഒന്ന് അവിശ്വാസം, രണ്ട് വചനം വേണ്ടെന്ന് വെച്ചു. കർത്താവ് ചെയ്ത പരിപാടി കേൾക്കണോ? വചനം വേണ്ടേ? അവിശ്വാസോ? സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. ഉണ്ടോ? എന്നും ബോംബിട്ട് കളിക്കുക. ഈ ഉലകത്തിൽ ഒരു രാജ്യവും അത്ര പീഡ അനുഭവിച്ചിട്ടില്ല. ഈ ഉലകത്തിലെ ഒരു രാജ്യത്തോടും ഇത്രയും എതിർപ്പ് സൈന്യ രാജ്യങ്ങൾ കാണിച്ചിട്ടില്ല. ഉലകത്തിലെ ഒരു രാജ്യത്തിനും ഇത്രയും പങ്കെടുപ്പ് വന്നിട്ടില്ല. എന്താ? അവിശ്വാസം. Praise the Lord. ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ റൂട്ടിലേക്ക് തിരിച്ചു വരുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിത്യതയുടെ വഴിയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിക്കുക. സമയം പോകുന്നല്ലോ. കൊമ്പ് ഇസ്രായേൽ വെട്ടിക്കളഞ്ഞു. ഇനി രണ്ടാമത്തെ കൊമ്പിനെ പറ്റി നമുക്ക് നോക്കാം. വായിക്കാമോ നിങ്ങൾ? 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസ്സിനെ ചാടി. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് ദൂതന്മാരെ ആദരിച്ചില്ല. 2-ാം അധ്യായം 4-ാം വാക്യം ഇവിടെ നോക്കൂ. ദൂതനെ ആരാ ഉണ്ടാക്കിയേ? കർത്താവ്. ദൂതനെ എന്നാ ഉണ്ടായേ? കൃത്യമായി അറിയില്ലെങ്കിൽ ഒന്നറിയാം, നമുക്ക് മുമ്പേ ആരുണ്ടായിരുന്നു? ദൂതൻ. ഇങ്ങനെ പറഞ്ഞാൽ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? സീനിയോറിറ്റി നമ്മേക്കാളൊക്കെ കൂടുതൽ ആർക്കാ? ദൂതന. ഇനി ദൂതൻ എവിടെ താമസിക്കുന്നത്? സ്വർഗത്തിൽ. നമ്മളോ ഭൂമിയിൽ. എന്താ വ്യത്യാസം? നമ്മൾ 2-3 പേർ കൂടുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് വരും. ദൂതനോ കർത്താവ് ഉള്ളിടത്താ എന്ത് ചെയ്യുന്നേ? അതിനകത്തൊരു ദൂതൻ. സ്തോത്രം. പ്രധാനപ്പെട്ട ലൂസിഫർ ചിറകുവിടർത്തി അടിക്കുമ്പോൾ 10,000-കണക്കിന് സപ്തസ്വരങ്ങൾ വരും. ആരാധനക്കാരൻ, ദൈവത്തെ മറയ്ക്കുന്ന കെരൂബ്. സ്തോത്രം. ഈ വീഴുന്നതിന് മുമ്പ് ദൂതന്റെയൊക്കെ ഭാവം എത്ര സിമ്പിൾ ആണെന്നറിയാമോ? 6 ചിറക് കൊടുത്തപ്പോൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാലം മൂടി, 2 കൊണ്ട് പറന്ന്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ചിറകില്ലാത്തതാ ഭാഗ്യം. 6 തന്നാൽ ഒന്ന് പൊതിയത്തുമില്ല, കാലി മടക്കത്തില്ല, പിന്നെ 6 കൊണ്ട് പറക്കാൻ ശ്രമിക്കും. മനസ്സിലായത് കൈകർത്താവ്. സ്തോത്രം. വീഴുന്നതിന് മുമ്പ് 2 ഉപയോഗിച്ചു പറക്കാൻ, ബാക്കിയൊക്കെ മറച്ചു. സ്തോത്രം. ദൈവത്തെ മറയ്ക്കുന്ന കരുവ ആരാധനയിൽ പ്രധാനി. പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പാപത്തിന്റെ കണിയ വന്നപ്പോ സീനിയോറിറ്റി നോക്കാതെ, അവന്റെ തസ്തിക നോക്കാതെ, അവന്റെ സ്ഥാനം നോക്കാതെ മേളിന്ന് അവനെ വെട്ടിക്കളഞ്ഞ ഒരു ദൈവത്തെയോ ഈ രാത്രി നീ സ്തോത്രം പറയുന്നത് നിസാരല്ല കേട്ടോ. ദൈവത്തിന്റെ മഹിമ കണ്ട ഒരു സാക്ഷിയുണ്ട്, പേര് പത്രോസ്. അദ്ദേഹം പറഞ്ഞ വാക്കാ. മഹിമ കണ്ട സാക്ഷിയാ പത്രോസ്. നിർമ്മിത കഥകൾ പറയുമല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാ. ആ മനുഷ്യൻ പുസ്തകം എഴുതി അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മുഖം നോക്കാതെ ന്യായം വിധിക്കുന്നവനെയാ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഈ രാത്രി യാത്രകൾക്ക് ചിന്ത മനസ്സിലാവുന്നുണ്ടോ? ദൂതന്റെ സീനിയോറിറ്റി കർത്താവ് നോക്കിയില്ല, ദൂതന്റെ തസ്തിക ദൈവം നോക്കിയില്ല, അവൻ ആത്മീയ നിലവാരം നോക്കിയില്ല. പിന്നെ പാവം വെച്ചു പുറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട്, എന്നിട്ട് ഞാനിപ്പോഴും ഉണ്ടല്ലോ. വീഴാതിരിക്കാൻ വേണ്ടിയാ ഈ പ്രസംഗം ഇന്ന് രാത്രി പറയുന്നത്. വേണ്ടിയാ. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ചെയ്യുന്ന പാപത്തിന് തത്തുല്യമായ ശിക്ഷ ചിലപ്പോൾ കിട്ടുന്നില്ലെന്നോർത്ത് ദൈവം പൊട്ടനാണെന്ന് ചിന്തിക്കല്ലേ. മടങ്ങി വരാനൊരു അവസരം കൂടെയാ ഈ കൺവെൻഷൻ. ഇന്ന് രാത്രി എന്റെ മനസ്സിന്റെ ആഗ്രഹം, എന്റെ മനസ്സിന്റെ നിയോഗം ഈ രാത്രി എത്രവർക്ക് മനസ്സിലാക്കുന്നുണ്ട്? മടങ്ങി വരിക. ദൂതനെ ആദരിച്ചില്ല. എന്താ ദൂതൻ ചെയ്ത പാപം അതറിയാമോ? എന്തുവാ ചെയ്ത പാപം? ഒത്തിരി ചെയ്തു, എല്ലാം പറയാൻ പറ്റില്ലെങ്കിലും 2 പറയാം. 1,
ബോധിച്ചതുപോലെ നടന്നു. സ്ത്രീകളിൽ സൗന്ദര്യമുള്ളവരെ കണ്ടപ്പോൾ ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എന്ത് ചെയ്തു? എടുത്തു. ഇപ്പൊ ഒന്നാമത്തെ തെറ്റാ, ബോധിച്ചതുപോലെ നടന്നു. പ്രമാണം അനുസരിക്കാതെ, പ്രമാണം കേൾക്കാതെ, അപ്പനെ അമ്മയെ ബഹുമാനിക്കാതെ, സഭയെ അംഗീകരിക്കാതെ, ആലോചന കൂട്ടാക്കാതെ ബോധിച്ചതുപോലെ. അറിയില്ല കേട്ടോ, ഇന്ന് രാത്രി ശക്തമായൊരു ദൂത് ദേശത്തോട് വിളിച്ചു പറയുക. നിന്റെ യാത്രയ്ക്ക് വിരാമം കുറിച്ചൊന്ന് തിരിച്ചോടുക. നിന്റെ കാലിലെ സ്റ്റെപ്പ് ഒന്ന് തിരിച്ചോടുക. ന്യായവിധിയുടെ കരവുമായി എന്റെ സ്വർഗം എഴുന്നേക്കാൻ പോവാം. ലോകം ചെയ്ത ഒന്നാമത്തെ പാപം ബോധിച്ചതുപോലെ എന്ത് ചെയ്തു? നടന്നു. രണ്ടാമത്തെ പാപമോ അഹങ്കാരം, നീളം. എപ്പോഴാണ് നീളം ഉണ്ടാകുന്നറിയാമോ? ഒരിക്കലേ എന്റെ ഭാവനയാണേ, പ്രധാനപ്പെട്ട ദൂതന്മാർ 3. ലൂസിഫർ ഉണ്ട്, മിഖായേൽ ഉണ്ട്, ഗബ്രിയേൽ. സ്പിരിച്വൽ ബീങ്സ് 3 കൂടെ ചെന്ന് കർത്താവിന്റെ മുമ്പിൽ എന്തോ ചില സംഭവങ്ങൾ കർത്താൻ വേണ്ടി ഷെയർ ചെയ്തു. പോകാൻ നേരമായപ്പോ ഈ നടുക്ക് നിൽക്കുന്ന ലൂസിഫർ ഇങ്ങനെ കൈ പൊക്കി നോക്കി. ആരെ? ഗബ്രിയേലിനെ. കാണാൻ വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. സ്പിരിച്വൽ ബീങ്സ്, ആത്മീയ ജീവി എന്നല്ലാതെ ഒരു വകയില്ല പുള്ളിക്ക്, ഒന്നുമില്ല. എന്നാൽ ഇപ്പുറത്തെ പുള്ളി കൊണ്ടോന്ന് അറിയാൻ വേണ്ടി ഇപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെയും ഒന്നുമില്ല. സ്പിരിച്വൽ ബീങ്സ്, അവിടെയും കാണാനൊന്നുമില്ല. രണ്ടുപേർക്കും ഒന്നുമില്ലല്ലോ. നമ്മുടെ മുഖത്ത് വല്ല കൊണ്ടു നോക്കിയപ്പോൾ മാണിക്യം, മരതകം, വൈഡൂര്യം, ആൾട്ടോ, സെന്നെ, ടവേറ, ഇന്നോവ, റബ്ബർ 10, സ്തോത്രം, ഏക്കർ 10, 3 നില വീട്, ടൗണിൽ കട. ഇവിടെ ഇല്ല. എനിക്കെന്തോ ഹലോ അടുത്തവനില്ലാത്ത സംഭവം നമുക്കുണ്ടെന്ന് തോന്നുമ്പോഴാ നീളം കയറി വരുന്നത്. ഇത് പതനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമോ? ഈ രാത്രി മടങ്ങി വരുന്നവർക്കാണ് ദൈവത്തെ ഇഷ്ടം. സമയം പോയല്ലോ. ദൂതനെ ദൈവം ആദരിച്ചില്ല. കൊമ്പ് 2. ഇനി 3ാമത്തെ കൊമ്പയെ പറ്റി ചിന്തിക്കാം. സ്തോത്രം. 5ാമത്തെ വാക്യം വായിച്ച 2:10-5. പുരാതന ലോകത്തെയും ആദരിക്കാതെ. പുരാതന ലോകം ഏതായി? ലോകം നോഹയുടെ കാലത്തെ ലോകം ആദരിച്ചോ? ഇല്ല. എന്താ? അവിടെ ഞാൻ ഒരു അല്പനിമിഷം നിൽക്കും കേട്ടോ. സ്തോത്രം. ജനത്തിന്റെ ദുഷ്ടത പെരുകിയപ്പോ ദൈവം പറഞ്ഞു, എനിക്ക് ജീവന്മാരെ കൊണ്ട് മുമ്പോട്ട് പോക്ക് പാടാ, തീർക്കാൻ പോവാം. അതുകൊണ്ട് നോക്കി നീ ഒരു കാര്യം ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അളവ് 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. പണി തുടങ്ങി. പുള്ളി നോക്കി നിൽക്കുക, എങ്ങനെയുണ്ട് പണി. അപ്പൊ കർത്താവ് നീ പണി നോക്കണ്ട, ആശാരിമാരെ ഏൽപ്പിച്ചാൽ മതി, അവർ ചെയ്തോളും. നീ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്തോ പ്രസംഗിക്കണം? പ്രളയം വരാൻ പോകുന്നു. പ്രസംഗിച്ചത് കേൾക്കണോ? മഴ വരുന്നേ, മാനസാന്തരപ്പെടുക. അവര് പറഞ്ഞു, എന്തിനാ? നിന്നെ തീർക്കാൻ ദൈവം തീരുമാനിച്ചു. ഭൂമി തീർന്നു, സ്വർഗം വേണോ? ഗുണപ്പെട്ടോ? അതാ പ്രസംഗത്തിന്. എന്നാൽ ഇന്ന് രാത്രി ആ കൃപ തീർന്നു പോകാത്തതുകൊണ്ട് ഈ 3ാമത് രാത്രി ഒരു പൊട്ടനെ പോലെ ക്രിസ്തുവിന് പകരം വിളിച്ചു പറയുക, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നീ സ്റ്റെപ്പ് വെച്ചാൽ, നിന്നെ കേട്ടാൽ എല്ലാം തയ്യാറാണ്. ന്യായവിധി വന്നാൽ പിന്നെ കരുണയില്ല. പിന്നെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആ മുഖത്ത് കരുണ വരില്ല, നീതിയെ വരൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആളെ കൃപാസനത്തില്ല, ഇപ്പൊ ജഡ്ജി ആയിട്ടില്ല, വക്കീൽ പോലില്ല. ഇപ്പം പറയാമോ, നിന്നെ കേട്ടാൽ, നിന്നെ പെട്ടകത്തിൽ കൊണ്ടുപോകാൻ, നീ കേരട്ട പെട്ടകം അടയ്ക്കാൻ എന്റെ സ്വർഗം തയ്യാറോ? ഈ രാത്രി സമർപ്പിക്കുന്നവർ ഇരു കരവും ഉയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. എവിടെയോ ചില പൊട്ടലുകൾ ഇന്ന് രാത്രി സംഭവിച്ചേ പറ്റൂ. ജനത്തെ അലട്ടുന്ന അന്ധകാല വ്യാപാരങ്ങൾ ഈ രാത്രി അഴിഞ്ഞേ പറ്റൂ. അല്പനിമിഷം കരങ്ങളെ ഒന്ന് അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഒരു വലിയ ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവ അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ സ്വന്തം, അന്യഭാഷ പ്രാപിക്കാത്തവർ ആരാധിച്ച് യേശുവിൻ നാമത്തിൽ
പുരാതന ലോകം എത്ര എണ്ണം ഉണ്ട് അറിയില്ല. പക്ഷേ ഭൂമിയുടെ വലിപ്പത്തിന് വലിയ വ്യത്യാസമൊന്നും ഇന്നത്തെ പോലെ പണ്ടും ഭൂമിയുണ്ട്. ഡിവൈഡ് ചെയ്തിട്ടില്ല. അമേരിക്കയെന്നോ ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. പെരുപ്പത്തിൽ വലിയ കുഴപ്പമില്ല. ഒരു നല്ല സ്തോത്രം പറയുന്ന രാത്രി ആരാത്ത ലക്ഷ്യമെങ്കിൽ ആ മലയാളിന്റെ ലക്ഷ്യമെങ്കിൽ അളവ് കുറയ്ക്കാൻ പാടില്ല. അടിക്കേ 300 രൂപ സ്തോത്രം. പെട്ടകം ഉണ്ടാക്കി കേട്ടോ. പെട്ടകത്തെ തൊട്ട് ചത്തവന്മാർ 1,00,000, തൊടാതെ ചത്തവന്മാർ 1-ൽ കൂടുതൽ, പിടിച്ചോണ്ട് ചത്തവർ അതിനേക്കാൾ കൂടുതൽ ഇല്ലേ? നേരത്തെ ഈ പെട്ടകം കത്തിയപ്പോ അവിടെ ഈച്ച വന്ന പോലെ പെട്ടകത്തിന് ചുറ്റും ആൾക്കാർ പറന്നു നിൽക്കുക പിടിക്കാൻ. എവിടെ പിടിക്കാൻ? നടക്കുവോ? അപ്പൊ കർത്താവ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പിടിക്കാൻ ആൾക്കാർ വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അകത്തും പുറത്തും എന്ത് ചെയ്യണം? കീഴിനകത്തോട്ട് വെള്ളം വരുമ്പോ പിന്നെ തൊട്ടാൻ നിൽക്കുവോ? രക്തം ചെയ്യും. മേലോട്ട് കയറി പിടിക്കും, താഴോട്ട് വരും, രക്തം ചെയ്യും. പിന്നെയും കയറി പിടിക്കും, പിന്നെയും താഴോട്ട് വരും. എന്നാ പൊട്ട കളിപ്പിക്കുക. കാരണം എന്നാ? മടങ്ങി വരാൻ പറഞ്ഞ സമയത്ത് മടങ്ങി വന്നില്ല. കേൾക്കുമ്പോ രസം തോന്നുന്നല്ലയോ? ഇസ്രായേൽ മക്കളോട് ആ ഗതിയാ ദൈവം ചെയ്തെങ്കിൽ അനുസരിക്കാത്ത നമുക്ക് വരുന്നത് ഏത് ഗതിയാന്ന് ആര് കണ്ടു? ഇന്ന് രാത്രി അവന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അവന്റെ ആഗ്രഹത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ മടങ്ങി വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ കൊമ്പ ലോകം. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ആൾക്കാർ പട്ടുപോയപ്പോ ഒരു തുള്ളി കണ്ണുനീർ സ്വർഗം വിട്ടോ. എന്താണെന്നറിയാമോ? ന്യായവിധിയാ. അന്ന് കരുണ വരില്ല, കണ്ണുകളിലും. അന്ന് കരച്ചിൽ വരില്ല, കണ്ണിനകത്തുള്ള തീ വരും. സ്തോത്രം. ഇത് അബദ്ധം പറ്റിയ ഒരു മീറ്റിംഗ് അല്ല. കൊറിയന്നൂരുകാരോട് സംസാരിക്കാൻ സ്വർഗം കൊണ്ടുവന്ന ഇന്ന് രാത്രി അവന്റെ കൽപ്പന പ്രമാണിക്കാൻ എത്രവർക്ക് ഞാൻ മുമ്പോട്ട് പോട്ടെ. ഒരു കൊമ്പ് ഇസ്രായേൽ ആദരിക്കാത്തതിന്റെ കാരണം പാപം. രണ്ടാമത്തെ കൊമ്പ് ദൂതന്മാർ ആദരിക്കാത്തതിന്റെ കാരണം പാപം. മൂന്നാമത്തെ കൊമ്പ് ലോകം ആദരിക്കാത്തതിന്റെ കാരണം പാപം. പക്ഷെ എനിക്ക് ഇനി ഒരാളെ പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആദരിക്കാത്തതിന്റെ കാരണം എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാകാനോണ്ടല്ല, ഇന്ന് രാത്രി അത് ഓർക്കുമ്പോൾ അകത്തൊരു ഭാരം. റോമാലേഖനം 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. നാലാമത്തെ കൊമ്പ് സ്വന്തം പുത്രൻ. ശ്രദ്ധിക്കണേ, സ്വർഗമാകാൻ കാരണം യേശു സ്വർഗത്തിനുള്ളത് കൊണ്ടാണ്. നരകമാകാൻ കാരണം യേശു നരകത്തിലില്ലാത്ത കൊണ്ടാണ്. നരകത്തിലും യേശു വന്നാൽ നരകവും എന്തായി മാറും? അങ്ങനെയാണ് നമ്മുടെ കുടുംബമൊക്കെ ആയി മാറിയത്. പണ്ട് നരകമായിരുന്നു, ക്രിസ്തു വന്നപ്പോഴേ ഇപ്പൊ സ്വർഗത്തിന്റെ സന്തോഷം. എന്നാൽ അവിടവും സ്വർഗം. ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ആനന്ദം ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രകാശം ക്രിസ്തു, സ്വർഗത്തിന്റെ സന്തോഷം ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രത്യാശ ക്രിസ്തു, സ്വർഗത്തിന്റെ തേജസ് ക്രിസ്തു, സ്വർഗത്തിന്റെ വിനോദം ക്രിസ്തു, സ്വർഗത്തിന്റെ ആഹ്ലാദം ക്രിസ്തു. പക്ഷേ ആ ക്രിസ്തുവിനെ ഒരിക്കൽ പിതാവ് മുഖം നോക്കാതെ തള്ളി താഴോട്ടിട്ടു. എന്നാ പാവം? ആറപാവം. അവിടുത്തെ അല്ലല്ലോ, നമ്മുടെ പാവം. ആദം തൊട്ട് ഇതുവരെ ചെയ്തു കൂട്ടിയ പാപത്തിനൊരു പരിഹാരം കൊടുക്കാൻ സ്വർഗത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് എന്റെ ദൈവം കൊടുത്ത ഒറ്റ വഴി തന്റെ ആത്മപുത്രനായ യേശു. താഴോട്ടിട്ടെന്നാ പറഞ്ഞു. 13 കൊല്ലം ഭൂമിയിൽ ഒരപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് 30 കൊല്ലം, 3 കൊല്ലം ശുശ്രൂഷ തികച്ചനന്തരം പീലാത്തോസ് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുന്നു. റോമ ഗവൺമെന്റ് 1 കുറയെ 40 വട്ടത്തെ അടി അടിക്കുന്നു. പുറം മൊത്തം മുഴവുചാല് പോലെ കീറുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്തം പുറത്തു കാണാതിരിക്കാൻ അവർ രക്താംബരം ധരിപ്പിച്ചു. തീർന്നില്ല,
നീളമുള്ളൊരു മുൾമുടി കൊണ്ടുവന്ന് തലയിൽ ഒരു കിരീടം വെച്ചു. കേട്ടോ, റോമൻ തുട്ടുകൾ കൊണ്ടുവന്ന് മുഖത്തെ രോമങ്ങൾ ഓരോന്നോരോന്നായി വലിച്ചു. പറിച്ചപ്പോ രക്തം കണ്ടപ്പോൾ യഹൂദന്മാർ കാർക്കിച്ചു തുപ്പി. അപ്പോ അതിലേ പോകുന്ന ഈച്ചകൾ വന്നിരിക്കുക മുഖത്ത്. തേജോമയനായ എന്റെ ദൈവത്തിന്റെ പുത്രന്റെ മുഖത്തിരിക്കുന്നു ഈച്ച. എന്തിനാ? നമ്മളെ രക്ഷപ്പെടുത്താൻ. സ്നേഹം അറിയണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ടെന്റിനകത്ത് ഈച്ച വന്നപ്പോ ഞാൻ ഉൾപ്പെടെ പുറത്തു പോയി. ഇപ്പൊ മുഖത്ത് വന്നെങ്കിലോ? ഹലോ, ഒന്ന് പറയുക 40 വട്ടം തടിയടിച്ച അപ്പുറം മുഴവ് ജാല് പോലെ കീറി. 80 കിലോയുള്ള ഒരു കുരിശ് യെരുശലേം തൊട്ട് ഗോൽഗോഥ വരെ ചുംബിച്ചു. കൊണ്ടുപോയപ്പോ പലവട്ടം വീണു. വീണപ്പോഴൊക്കെ അവരടിച്ചു. എഴുന്നേറ്റു, ചുമന്നു. ഗോൽഗോഥയെ കൊണ്ടുപോകുന്ന കുരിശിൽ ആ തറയിട്ടിട്ട് യേശുവിനെ അവരതിൽ കിടത്തി. വലതുകരം നീട്ടിപ്പിടിച്ച് 6 ഇഞ്ച് നീളമുള്ള ആണി കൊണ്ട് അതിൽ തറച്ചു. 6 ഇഞ്ച് നീളം. ഇതും വലിച്ചു പിടിച്ചടിച്ചു. 6 ഇഞ്ച് നീളം. കാല് രണ്ടും ചേർത്തടിച്ചു. കുരിശിൽ തറച്ചിട്ട് ചില നിമിഷം കഴിഞ്ഞപ്പോ രണ്ടറ്റത്തൊരു കയർ, ഇവിടെ ഒരു കയർ, ഇവിടെ ഒരു കയർ, 2 കയറ് കെട്ടി കുരിശ് നാട്ടാൻ എടുത്തിരിക്കുന്ന കുഴിക്കകത്തോട്ട് ആ കുരിശ് വലിച്ചിടുമ്പോ 65 കിലോയ്ക്ക് മേളിൽ ഭാരമുള്ള എന്റെ യേശു 3 ആണിയിൽ തൂങ്ങി ആ കുരിശിൽ കിടക്കുക. അസ്ഥിയുടെ ബന്ധം വിട്ടു. പിന്നെ തൊക്കിന്റെ കനത്തിൽ അവിടെ തൂങ്ങി കിടക്കുക. ചായ്ക്കാൻ മറ്റെങ്ങ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുൾമുടി വെച്ച് ആ തല തോളെ ചായച്ചപ്പോ തോളെ കൂടെ കുത്തിയിറങ്ങിയ ആ മുള്ള് ഈ രാത്രി മനസ്സിലായവർക്ക് ഒരു ഇത് കാണാൻ കഴിയാതെ പിതാവ് മുഖം എന്ത് ചെയ്തു? മറച്ചു. എനിക്കൊരു കുഞ്ഞുണ്ട്, അബിയ. കഴിഞ്ഞിടയ്ക്ക് പനി വന്നപ്പോ ഞാൻ അവളെ പൊയ്യാനി കൊണ്ടുവന്നപ്പോ അവര് കയ്യിൽ ഒരു നീഡിൽ സെറ്റ് ചെയ്തു. നീഡിൽ എന്നെ കാർച്ചയാന്നറിയാമോ കുഞ്ഞ്? അപ്പൻ എന്ന നിലയിൽ എനിക്കത് കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ മാറി. എന്റെ വൈഫിന് എന്റെ അത്രയും പോലും കപ്പാസിറ്റി ഇല്ല, അവള് മാറി. പക്ഷെ എന്റെ അമ്മ ആസ്മ പേഷ്യന്റ് ആയതുകൊണ്ട് കുത്തു കുറെ കൊണ്ടാളാ. അപ്പൊ അതുകൊണ്ട് ഈ കുത്തിയാൽ ഇത്രേ ഉണ്ടാവുന്ന അവർക്ക് എന്ത് ചെയ്യാം അറിയാം. അവരോട് മാറേ, ഞാൻ പിടിക്കാം. എന്റെ അമ്മ പിടിച്ചു കൊടുത്ത് കുത്തി. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഒരു സിറിഞ്ചിന് എന്തോ നീളമുണ്ട്, ഒരു നീഡിലിന് എന്തോ വലിപ്പമുണ്ട്. അതെന്റെ കുഞ്ഞിന്റെ കയ്യിൽ കുത്തുന്നത് കാണാൻ ഒരപ്പൻ എന്ന നിലയിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ 6 ഇഞ്ച് നീളമുള്ള ആണി അടിക്കുമ്പോൾ അത് കാണാൻ പറ്റും. മോഹം മറച്ചു. കൂടെ കിടന്നിറങ്ങുന്ന കുഞ്ഞിനൊരു രാത്രി ചൂട് കൂടിയാ നീ ഉറങ്ങുമോ? ആ തലയിൽ മുൾമുടി, കയ്യേൽ ആണിയും, പുറത്ത് മുറിവും, വിലാപ്പുറത്ത് കുത്തലും, രക്തമാർഗത്തിൽ ചോരയും എന്റെ യേശുവിനെ കാണുമ്പോൾ പിതാവ് മുഖം എന്ത് ചെയ്തു? ഇവിടെ സംഭവിച്ച കാര്യം എന്തെന്നറിയാമോ? നമ്മെ രക്ഷിക്കാൻ കർത്താവ് ഇറങ്ങുക. എങ്ങോട്ട്? താഴോട്ട്. എങ്ങനെ? എവിടെ ആയിരുന്നു? ദൈവത്വം അവിടെ നിന്നാ നടക്കില്ല, അത് വിട്ടു. മനുഷ്യത്വം അവിടെ നിന്നാലും രക്ഷ നടക്കില്ല, മനുഷ്യത്വം വിട്ടു. ദാസത്വം, ഫിലിപ്പിയ ലേഖനത്തില ദാസത്വം എടുത്തു. സ്തോത്രം. അവിടെയും നടന്നില്ല. അവിടുന്ന് പിന്നെ താഴോട്ട്. സ്തോത്രം. രൂപഗുണം ഇല്ലാതായി. എന്നിട്ടും നടന്നില്ല. അടുത്തത് കണ്ടാൽ ആളാന്ന് പറയില്ല. എവിടെ നിന്നാളാന്നറിയാമോ? ദൈവത്വത്തിൽ. ഇപ്പോഴോ കണ്ട ആളാന്ന് പറയില്ല. എന്നാ കാരണം? സാത്താൻ അവന്റെ കൂട്ടർക്കു വേണ്ടി ഒരുക്കിയ നിത്യ നരകത്തിൽ പോയി ആയിരം വിളിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി അവ സഹിച്ച പാടാ ഇന്ന് രാത്രി മനസ്സിലാകുമെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാമോ ഇന്ന് രാത്രി? ആ ദൈവത്തെ നിനക്ക് നന്ദിയോടൊന്ന് സ്തുതിക്കാമോ ഇന്ന് രാത്രി? സ്തോത്രം. കുരിശിൽ കടന്നുകൊണ്ട് പിതാവ് യേശു പറഞ്ഞ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു കേട്ടോ. പിതാവേ, നീയും എന്നെ കൈവിട്ടോ. എന്താ ചോദ്യം? നീ കൈവിട്ടോന്നല്ല, പിന്നെ നീയും. ഞാൻ ചോദിച്ചു, വേറെ ആൾക്കാർ വിട്ടായിരുന്നോ? പിന്നെ 1 കുടുംബക്കാർ വിട്ടു, 2 പള്ളിക്കാർ വിട്ടു, 3 പട്ടണക്കാർ വിട്ടു, 4 പത്രോസ് വിട്ടു.
5 നീയും വിടുവാണോ? വിട്ടു എന്നാ വാക്യം. എന്താ വിട്ടത്? മറ്റൊന്നുമല്ലെന്നേ, കുരിശിൽ കയറിയപ്പോ പാപത്തിന്റെ കറ പുരണ്ട നമ്മുടെ പാപം ഒരു സിറിഞ്ചിനകത്തൂടെ കയറ്റുന്നത് പോലെ യേശുവിൽ കയറുന്നു ഒരറ്റം മുതൽ പാപം മൊത്തം കേറി പിതാവ് നോക്കിയപ്പോ ഇപ്പൊ ആരെ കാണാനില്ല. എന്തേ ഉള്ളൂ? പാപം. അയ്യോ, പാപമല്ലയോ, എനിക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ പാപമില്ലാത്തടത്തോട് നോക്കാൻ പോവാ. തിരിഞ്ഞപ്പോ നിൽക്കുന്നു പാപമില്ലാത്ത ഗ്രൂപ്പ്. ഏതാ? കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മെ ദൈവമക്കളാക്കാൻ, യേശുവിന്റെ സഹോദരങ്ങളാക്കാൻ, അവനുമായി പിതാവിന്റെ അവകാശം പങ്കുവെക്കാൻ നമ്മളെ ഒരുക്കാൻ വേണ്ടി ചെയ്തത് യേശുവിനെ ദൈവം ആദരിച്ചില്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ചോദ്യം ഇതാ, പങ്കപ്പാട് സഹിച്ച ക്രിസ്തുവിനോട് ആഴമായ സ്നേഹം നമുക്കുണ്ടോ? ഹലോ, അവന്റെ ഒഴിവിന്റെ പകരം ഇത്രയും കാലമായി നീ കൊടുത്തിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. 47 വയസ്സുള്ള ഒരാള് ക്യാൻസർ വന്ന് കിടക്കുക. മരണത്തിന്റെ ഭീതിയാണ് തോന്നി ആ മുഖത്ത് കണ്ടപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിൾ ഭാരപ്പെടണ്ട, ഇത്രയും കാലമൊക്കെ ജീവിക്കാൻ പറ്റിയില്ലയോ, ഇനിയിപ്പം പോയാലും വേണ്ടില്ല. എന്റെ വനവാസമേ, മരണമല്ല എന്റെ വിഷയം, ഇത്രയും കാലം ജീവിച്ചില്ലേ അതാണ് എന്റെ വിഷയം. ഞാൻ ചോദിച്ചു, അല്ല വാസന, മരണം ഇന്നല്ലേ നാളെ ഉറപ്പാ, പക്ഷെ ഇത്രയും കാലം ഞാൻ ജീവിച്ച ഈ 47 കൊല്ലം കൊണ്ട് നീ എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ആൻസർ ഇല്ല. അതാ എന്റെ പേടി. കൂട്ടത്തിൽ വന്ന് പാട്ടുപാടി കൈയടിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത 10 രൂപ സ്വോത്രമായി ചുട്ടുപോയാൽ നിത്യതയിൽ ചെല്ലുമെന്ന് ഓർക്കരുത്. അവന്റെ ചിന്തയ്ക്കൊത്തവണ്ണം ഇതിനകത്ത് മടങ്ങി വരുന്നവർക്കായി കർത്താവിന് സ്തോത്രം. അവന്റെ സ്നേഹത്തോട് നീ ഇന്ന് രാത്രി അടുത്തു വരുന്നതിന് സ്തോത്രം. നീ അനുഭവിക്കുന്ന സ്വസ്ഥത എന്റെ യേശു അനുഭവിച്ച വേദനയോ. നിന്റെ മുഖത്തൊരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിന് കാരണം യേശുവിന്റെ വീരമായ മുഖമാണ്. നിനക്കിന്ന് ആരോഗ്യത്തിന് ഒരു കുറവില്ലല്ലോ, അതിന് കാരണം എന്റെ യേശുവിന്റെ മുറിവാണ്. നിനക്കിന്ന് ഒന്നിനും കുഴപ്പമില്ലല്ലേ, സമ്പന്നനല്ലേ, അതിന് കാരണം എന്റെ യേശു നിന്നെ സമ്പന്നനാക്കാൻ ദാരിദ്ര്യനായി വന്നതുകൊണ്ടോ. ജന്മം യേശുവുമായി കടപ്പെട്ടതാണ്. നിന്റെ ജീവിതം യേശുവുമായി കടപ്പെട്ടതാണ്. ഇന്ന് രാത്രി അവനുമായി ചുവട് വെക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു സമർപ്പണത്തിന്റെ സ്തോത്രം പറഞ്ഞു. അടുത്ത വർഷം ഈ കൺവെൻഷൻ ഇവിടെ കാണുമോ എന്ന് എനിക്കറിയില്ല. ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ അനീഷ് ഇവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അടുത്ത വർഷം ഒരു യോഗം വെച്ചാൽ നിങ്ങൾ വരുമോ എന്ന് എനിക്കറിയില്ല. അവന് മുമ്പ് പ്രാണനാഥം വന്നാൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ രാത്രി ഒരു മാനസാന്തരം ഈ രാത്രി നമുക്ക് അവനിലേക്ക് മടങ്ങി വരാം, അവന്റെ ചിന്തയിലേക്ക് മടങ്ങി വരാം. റൂട്ട് തെറ്റിപ്പോവരുത്. അൾട്ടിമേറ്റ് ഗോൾ നിത്യതയാ. അതിനുവേണ്ടി വന്നവരാ. വഴിയിൽ നിന്നെ തകർക്കുന്ന പോരുകൾ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഒരു രൂപാന്തരത്തിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു വാക്കിയുടെ വായിച്ച് ഈ പ്രസംഗം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആദ്യം വായിച്ച വാക്യം 11:21. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അടുത്തത്, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയിൽ തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഛേദിക്കപ്പെടാതിരിക്കണമെങ്കിൽ കാട്ടൊരുവായ നമ്മൾ അവന്റെ ദയയിൽ ഒന്ന് മറയണം, അവന്റെ കരുണയിൽ ഒന്ന് മറയണം, അവന്റെ സ്നേഹത്തിൽ ഒന്ന് മറയണം. ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്?
ഒരു നിമിഷം എഴുന്നേക്കാമോ പ്ലീസ്? Hallelujah. Hallelujah. എഴുന്നേക്കാട്ടെ. Hallelujah.